ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കോർഡിനേറ്റ് ജോമെട്രിയാണ്. നമ്മളിതുവരെ നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ കോഴ്സിലൊന്നും ചെയ്യാത്തൊരു വീഡിയോ ആണ് കോർഡിനേറ്റ് ജോമെട്രി. കാരണം അത് വളരെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറില്ല പരീക്ഷയ്ക്ക്. വല്ലപ്പോഴും വളരെ ഈസി ആയിട്ടുള്ള പല ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ള ഏരിയയാണ് കോർഡിനേറ്റ് ജോമെട്രി. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ CHSL പരീക്ഷയ്ക്ക് കുറച്ചധികം നല്ല നല്ല ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊന്ന് നോക്കിയിട്ട് പോകാം. നമ്മൾ പ്ലസ് ടുവിലൊക്കെ ഈ കോർഡിനേറ്റ് ജോമെട്രി ഒക്കെ പഠിച്ച ആൾക്ക് മനസ്സിലായിട്ടും വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്കാണ് കോർഡിനേറ്റ് ജോമെട്രി. അപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒന്നുമല്ല. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് വെക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ജോമെട്രി എന്ന് കേൾക്കുമ്പോൾ പേടിച്ചു കൊണ്ട് കേട്ടോ. ജോമെട്രി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. അതൊന്നുമല്ല, കോർഡിനേറ്റ് ജോമെട്രി ഇത് എൻ്റയർലി വേറൊരു സംഭവമാണ്. അപ്പോൾ ഈ ജോമെട്രി കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട, സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഇക്വേഷനും കാര്യങ്ങളും. ഇതൊന്ന് ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, നല്ല ടോപ്പിക്കാണ്. പക്ഷേ ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? പൊതുവേ SSCക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും വളരെ സിമ്പിളായിട്ടുള്ള. ഇപ്പോഴാണ് പിന്നെയും കുറച്ചെങ്കിലും നല്ല ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. കുറച്ച് മുമ്പൊക്കെയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു കോർഡിനേറ്റ് ജോമെട്രി എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളും മറ്റൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ചെറിയൊരു വീഡിയോയിൽ ഒന്ന് പറഞ്ഞു തീർക്കാം. ഇപ്പോൾ CGL പരീക്ഷ വരാൻ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഈ വീഡിയോ എന്ത് ചെയ്യാം, ഇതുവരെ കോർഡിനേറ്റ് ജോമെട്രി അറിയാത്ത ആൾ ജസ്റ്റ് ഓടിച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. വളരെ സിമ്പിളായിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കാണ് ഇപ്പോൾ ഇതിൽ ഞാൻ മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളല്ല, ആ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദിക്കാത്ത ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഏതെന്ന് ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചോദിച്ച ചോദ്യങ്ങളും ചോദിക്കാത്ത ചോദ്യങ്ങളും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സെപ്പറേറ്റ് പറയും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഒക്കെ. ഓക്കെ, ആദ്യം തന്നെ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞൊന്നുമില്ല. നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ് അല്ലേ. അതായത് നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കാണുന്ന ഈ പ്ലെയിൻ, ഈ ബോർഡിൽ നമുക്കൊരു പോയിന്റ് പറയണം. നമ്മളെങ്ങനെ പറയും? നമുക്കെങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ഈ ബോർഡിൽ നമുക്കൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റും എടുക്കാം അല്ലേ. അപ്പോൾ നമ്മളൊരു പോയിന്റ് ഫിക്സ് ആക്കി നമുക്ക് പറയണമെന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയുള്ള റെപ്രസെൻറ്റേഷൻ സിസ്റ്റമാണ് ഇത് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഈ ബോർഡിൽ എവിടെയെങ്കിലും നമുക്ക് ഈ ബോർഡിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് അവിടെ ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് പറയാമെന്നല്ലാതെ ഫിക്സ്ഡ് ആയിട്ട് അക്യുറേറ്റ് ഒരു പോയിന്റ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ അതിനുള്ളൊരു സംഭവമാണ് എന്ത്, ഈ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നമ്മൾ ജസ്റ്റ് 2 ആക്സിസ് വരക്കുന്നു അല്ലേ. ഈ ബോർഡിനെ നമ്മൾ 2 ആക്സായിട്ട് തിരിക്കുന്നു. ഇതിനെ X ആക്സിസ് എന്ന് പറയും, സോറി ഇതിനെ X ആക്സിസ് എന്ന് പറയും, ഇതിനെ Y ആക്സിസ് എന്ന് പറയും. ഇനി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ കാണുന്ന Y ആക്സിസിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് ഒരു 3 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് ഈ പോയിന്റ് കിടക്കുന്നത് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഈ പോയിന്റിൽ നിന്ന് ഈ കാണുന്ന Y ആക്സിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് മാറിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാം എന്താണ് നോക്കിയേ, ഈ കാണുന്ന പോയിന്റുകളെല്ലാം Y ആക്സിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോഴും ഫിക്സ് ആക്കാനായിട്ടില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ കാണുന്ന X ആക്സിൽ നിന്ന് മുകളിലോട്ട് ഒരു 3 സെൻറ്റിമീറ്റർ കൂടെ മാറിയിട്ടാണ് ഈ പോയിന്റ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, X ആക്സിൽ നിന്ന് മുകളിലോട്ട് മാറിയിട്ടാണെങ്കിൽ ഈ കാണുന്നതെല്ലാം X ആക്സിൽ നിന്ന് മുകളിലോട്ട് മാറിയിട്ടുള്ള പോയിന്റാണ്. ഈ കാണുന്ന വരയൊക്കെ എന്താണ് Y ആക്സിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് മാറിയിട്ടാണ് ഇത് X ആക്സിൽ. പക്ഷേ ഇത് രണ്ടും കൂടെ വരുന്ന ഒരേ ഒരു പോയിൻ്റേ ഉള്ളൂ. ഏതാണ്? ഈ കാണുന്ന പോയിന്റ് അല്ലേ. X ആക്സിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് 3, Y ആക്സിൽ നിന്ന് 3, ഒറ്റ പോയിന്റുള്ള 3. അപ്പോൾ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോയിന്റ് ഫിക്സ്ഡ് ആക്കി പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ആക്സിസ് കോർഡിനേറ്റ് ആക്സിസ് ഇവിടെ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ Xൽ നിന്നും 3, Yയിൽ നിന്നും 3 എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ പോയിന്റേ പോസിബിൾ ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പോയിന്റിനെ ഫിക്സ് ആക്കി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ സിസ്റ്റമാണ് 2 ഡയമെൻഷണൽ ജോമെട്രി. അതിങ്ങനത്തെ ഒരു പ്ലെയിനിലാണെങ്കിൽ 2 ഡയമെൻഷണൽ ജോമെട്രി, അതിന് സ്പേസിലാണ് പറയുന്നതെങ്കിൽ അതിന് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയും. 3D ജോമെട്രി അങ്ങനെ അധികം ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല. അധികം ഒന്നല്ല, ഇല്ല എന്ന് തന്നെ പറയാം. കഴിഞ്ഞ CHSL എങ്ങാനും ജസ്റ്റ് ഒരു സ്ഫിയറിൻ്റെ ഒരു ഇക്വേഷൻ എങ്ങാനും ചോദിച്ചത് മാത്രമേ 3 ഡയമെൻഷൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ മെയിനായിട്ട് ചോദിക്കുന്നതല്ല 2 ഡയമെൻഷനിലാണ് കേട്ടോ. അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 2 ഡയമെൻഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ബേസിക് ആയിട്ട് ഇതിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ളത് പല രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ. കോർഡിനേറ്റ് ജോമെട്രി ഒരുപാട് ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്ന ഒന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അതാണ് ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ സംഭവം, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. അതായത് മാത്തമാറ്റിക്കൽ സിസ്റ്റം യൂസ് ടു ഡിഫൈൻ ദ പൊസിഷൻ ഓഫ് എ പോയിന്റ് ഇൻ സ്പേസ് യൂസിങ് 2 or 3 പെർപെൻഡിക്കുലർ ആക്സിസ്. 2 ആക്സിസ് അല്ലെങ്കിൽ 3 ആക്സിസ് വെച്ച് പറയുന്നതിനാണ് എന്ത് പറയുക, കോർഡിനേറ്റ് ജോമെട്രി കേട്ടോ. അത് സ്പേസിലാവുമ്പോൾ അത് 3 ഡയമെൻഷനിലാവുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ലൈൻ അല്ല വരിക, പ്ലെയിനാണ് വരിക. ഇങ്ങനെ ഒരു പ്ലെയിന് പിന്നെ പുറത്തോട്ട് തള്ളിയിട്ട് ഒരു പ്ലെയിൻ, അത് 3 ഡയമെൻഷൻ. പക്ഷേ 2D ആകുമ്പോൾ ജസ്റ്റ് പ്ലെയിനിലാണ് വരിക. അതായത് ഇങ്ങനൊരു ലൈൻ. ഇനി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു റൈറ്റ് സൈഡിൽ നിന്നും X ആക്സിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ മാറിയിട്ട് Y ആക്സിൽ 3 സെൻറ്റിമീറ്റർ മാറിയിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ അതിന് റെപ്രസെൻറ്റേഷൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുക PXY എന്ന് പറയുന്നതിൻ്റെ അർത്ഥം X എന്ന് പറഞ്ഞാൽ X കോർഡിനേറ്റ് ആണ്, Y എന്ന് പറഞ്ഞാൽ Y കോർഡിനേറ്റ് ആണ്. X കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒറിജിനിൽ നിന്നും X ആക്സിൽ എത്ര പോയിൻ്റാണ്, Y ആണെങ്കിൽ Y ആക്സിൽ എത്ര പോയിൻ്റാണെന്നുള്ളതാണ്. അതിൽ X കോർഡിനേറ്റ് പറയുന്ന പേരാണ് ആബ്സിസ, Y കോർഡിനേറ്റ് പറയുന്ന പേരാണ് ഓർഡിനേറ്റ് കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇങ്ങനെ തന്നെ പറഞ്ഞുതരാം. നോക്കിയേ, ഇങ്ങനെ 2 ആക്സിസ് ഉണ്ടാവും, Y ആക്സിസ്, X ആക്സിസ്. ഇങ്ങനെ 2 ആക്സിസ് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിനിനെ നമുക്ക് 4 ഭാഗമാക്കി തിരിക്കാം അല്ലേ. അതിൽ ഈ പറയുന്നതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇതാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. 4 ക്വാഡ്രൻറ്റ് ഉണ്ട്.
അപ്പോൾ ഈ കാണുന്ന ഈ നടുവിലെ ഈ രണ്ട് ആക്സും മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുക. അതാണ് ഒറിജിൻ. ഈ കാണുന്നതാണ് എക്സ് ആക്സിസ്. അതായത് ഈ ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകും തോറും എക്സിൻ്റെ വാല്യൂ ഒക്കെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകും തോറും നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് വൈ ആക്സിസ്. ഒറിജിനിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ്, താഴോട്ട് പോകുമ്പോൾ നെഗറ്റീവ്. അതായത് ഈ കാണുന്ന രണ്ട് ലൈനും എന്താണ്? പോസിറ്റീവാണ്. ഇത് എക്സിൻ്റെ പോസിറ്റീവ്, ഇത് വൈൻ്റെ പോസിറ്റീവ്. ഈ കാണുന്ന രണ്ടും എന്താണ്? നെഗറ്റീവാണ്. വൈൻ്റെ നെഗറ്റീവ്, എക്സിൻ്റെ നെഗറ്റീവ്. അപ്പോൾ പോയിന്റ് ചെയ്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഫസ്റ്റ് ക്വാർട്ടറിലാണ് പോയിന്റ് ചെയ്തതെങ്കിൽ നമ്മുടെ പോയിന്റ്സ് ഒക്കെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, എക്സ് വൈ. സെക്കൻഡ് ക്വാർട്ടറിലാണെങ്കിൽ നമുക്കറിയാം ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് എക്സ് എല്ലാം നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. അതെന്താ അവിടെ കണ്ടോ? മൈനസ് എക്സ് വൈ ആണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഫസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് കോർഡിനേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് എക്സ് വൈ എന്ന് വരും. പക്ഷേ വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും. കാരണം ഉദാഹരണത്തിന് ഞാനൊരു 4-3 എന്ന് പറഞ്ഞ പോയിന്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ 4-3 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഞാൻ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? 4 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ 4. അതായത് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഇങ്ങനെ എക്സിൽ നിന്ന് 4 മാറിയിട്ട് ഇങ്ങോട്ട്. വൈ ആക്സിൽ 3 എന്ന് പറഞ്ഞാൽ വൈയിൽ നിന്ന് ഇങ്ങോട്ട് 3. അപ്പോൾ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതാണെന്ത്? ഈ 4-3 എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ വൈ ആക്സിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടാണ് ഈ 4 കിടക്കുന്നത്, എക്സ് ആക്സിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടാണ് 3 കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. അതൊന്നും വലിയ നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആണ്. ഇവിടെ നോക്കിയേ, വൈ ആക്സും നെഗറ്റീവാണ്, എക്സ് ആക്സിസും നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ 2 പോയിന്റ് എന്ത് വരും? നെഗറ്റീവ് വരും. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം എക്സ് ആക്സിസ് പോസിറ്റീവാണ്, പക്ഷേ ഈ താഴോട്ട് വരുന്ന വൈ ആക്സിസ് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ് വരും. ഈ കാര്യം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. റെപ്രസെൻറ്റേഷൻ ഇത്രയുള്ളൂ. താഴെ 2D കോർഡിനേറ്റ്സ് ആണെങ്കിൽ അതിന് എക്സ് വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. എക്സ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ വൈ ആക്സിസ്. ഇവിടെ നോക്കിയേ, ഈ എക്സ് നമ്മൾ 4 എന്ന് എഴുതിയ ശരിക്കും എന്താ? ഈ കാണുന്ന വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 4 എന്ന് പറയുന്നത്. അതാണ് എക്സ് കോർഡിനേറ്റ്. ഈ എക്സ് ആക്സിസിൽ നിന്നും ഡിസ്റ്റൻസ് ആണ് 3. അതാണെന്ത്? വൈ കോർഡിനേറ്റ്. കേട്ടോ, അത് ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ 3D ആണെങ്കിൽ ഒരു സെഡ് കോർഡിനേറ്റ് കൂടെ വരുന്നേ ഉള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ, നോക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറെ എന്താ പറയുക, ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കോർഡിനേറ്റ് സിസ്റ്റം കൂടിയുണ്ട്. ഏതാ? ഓക്കെ, അതിന് മുമ്പ് ഒരു ചോദ്യം ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് CGL മെയിൻസ് 2014 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. എത്ര ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് നോക്കണേ. മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. നോക്കിയേ, ദ ഓർഡിനേറ്റ് ആൻഡ് അബ്സിസ ഓഫ് ദ പോയിന്റ് K 2K-1 ഈക്വൽ ആണ്. ഓർഡിനേറ്റ് അബ്സിസ എന്താ ഞാൻ പറഞ്ഞു. അബ്സിസ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ്, ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ്. കേട്ടോ, അത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? K ആണ്. വൈ കോർഡിനേറ്റ് എന്താ? 2K-1 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. സിമ്പിളായിട്ട് Kൻ്റെ വാല്യൂ കണ്ടുകൂടെ? നോക്കി അങ്ങോട്ട് കൊണ്ട് തിരിയുമ്പോൾ ഇവിടെ K അങ്ങോട്ട് പോകുമ്പോൾ K ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 വരും. അപ്പോൾ ഒരു മെയിൻസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് പണ്ട് ചോദിച്ചത്, പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ CHL കുറച്ച് നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് വേറൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. മറ്റേ നേരത്തെ നമ്മൾ പറഞ്ഞ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അവിടെയാണ് എക്സ് ആക്സും വൈ ആക്സും ഇട്ടിട്ട് എക്സിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ്, വൈയിൽ ഇത്ര ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഇതും വളരെ സിമ്പിളായിട്ട്, ഇതും എന്താ പറയുക, നമ്മൾ 2 ആക്സിസ് വരക്കുന്നു. പക്ഷേ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഇത് സ്പെസിഫൈസ് എ പോയിന്റ് ബൈ ദ ഡിസ്റ്റൻസ് R ഫ്രം ദ എ റെഫറൻസ് പോയിന്റ്. ഒരു റെഫറൻസ് പോയിന്റ്, അതായത് ഇവിടെ ഒറിജിനിന്ന് R എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്ന പോയിന്റ്, അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. നോക്കിയേ, ഈ ഒറിജിനിന്ന് R ഡിസ്റ്റൻസിലൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒക്കെ R ഡിസ്റ്റൻസിലായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കൊരു പോയിന്റ് ഫിക്സ് ആക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. പോയിന്റ് ആൻഡ് ആംഗിൾ തീറ്റ ഫ്രം ആൻ ആക്സിസ്. അവിടെ തന്നെ ഒരു തീറ്റ ആംഗിളിലും കൂടിയാണെന്ന് പറയാം. അപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു 45 ഡിഗ്രിയിലാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ലൈൻ പോകുക അല്ലേ? അപ്പോൾ R ഡിസ്റ്റൻസും ആവണം, തീറ്റ ആംഗിളും ആണെങ്കിൽ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റല്ലേ ഇവിടെ ഉള്ളൂ. ഇതായിരിക്കും ആ പോയിന്റ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റിംഗ് ആണ്. ഏത്? പോളാർ കോർഡിനേറ്റ്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ എക്സ് വൈ ആണെങ്കിൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എ പോയിന്റ് ഇൻ എ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് ഡിഫൈൻഡ് എസ് R തീറ്റ. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഒരു ബ്രാക്കറ്റിനുള്ളിൽ ആറും ഉണ്ടാവും, തീറ്റ ഉണ്ടാവും. ഈ R എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ആ ഒരു റെഫറൻസ് പോയിന്റ് എന്നുള്ള ഡിസ്റ്റൻസ്. ഇവിടെ പറയുകയാണെങ്കിൽ ഈ ഒറിജിനുള്ള ഡിസ്റ്റൻസ് ആണെന്ത്? R എന്ന് പറയുന്നത്. എത്ര ആംഗിളിലാണോ ആ ലൈന് ഈ റെഫറൻസ് പോയിന്റിൽ നിന്ന് കിടക്കുന്നത് അതാണെന്ത്? തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പോളാർ കോർഡിനേഷൻ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, കൺവേർഷൻ ഓഫ് പോളാർ കോർഡിനേറ്റ്സ് ഇൻറ്റു കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഈ പോളാർ കോർഡിനേറ്റ്സ് നമുക്ക് തരുന്നിട്ട് നമ്മൾ പറയും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയിട്ടുള്ള എക്സിലേക്കും വൈയിലേക്കും അത് മാറ്റാൻ പറയും. അത് വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് ഏതെന്ന് നിങ്ങൾ നോക്കണ്ട. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ടാൻ തീറ്റയും സൈൻ തീറ്റയും കോസ് തീറ്റയും ആയിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ആറും തീറ്റയും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് കോർഡിനേറ്റ് ആണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? R കോസ് തീറ്റ ചെയ്താൽ മതി. വൈ കോർഡിനേറ്റ് ആണ് കാണേണ്ടതെങ്കിൽ R സൈൻ തീറ്റ ചെയ്താൽ മതി. കേട്ടോ, ചിലപ്പോൾ ക്വസ്റ്റനിൽ പോളാർ കോർഡിനേറ്റ്സ് തരും, ആറും തീറ്റയും തരുന്നിട്ട് നിങ്ങളോട് വരെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് കാണാം. ഒന്നും ചെയ്യേണ്ട. ആറും തീറ്റയും തന്നിട്ടുണ്ടെങ്കിൽ R കോസ് തീറ്റ കണ്ടാൽ എക്സ് കോർഡിനേറ്റ് ആയി,
ആർ സൈൻ തീറ്റ കണ്ടാൽ വൈ കോർഡിനേറ്റ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ 6 കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി നോക്കിയേ. ഇനിയിപ്പോൾ നേരെ നിങ്ങൾക്ക് എക്സും വൈയും തന്നിട്ടുണ്ട്, നേരെ തിരിച്ച് കാണാനാണെങ്കിൽ 6 ഇതാ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്താൽ 6 കിട്ടും. അതുപോലെ തന്നെ തീറ്റ ആണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് ആണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. പോളാർ കോർഡിനേറ്റിൽ നിന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റും കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നിന്ന് പോളാർ കോർഡിനേറ്റിലും മാറ്റാനുള്ള ഐഡിയ. ഇനി ഒരു ചോദ്യം എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ പോളാർ കോർഡിനേറ്റ് ഓഫ് 1√3? ഇവിടെ 1√3 എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ തന്നിട്ടുണ്ട്, നമുക്കത് പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റണം. അതായത് 6 തീറ്റ എന്നുള്ള ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 1ഉം 3ഉം. അപ്പോൾ 6 കാണണമെങ്കിൽ ഇവിടെ ഇക്വേഷൻ കിടക്കുന്നില്ല, ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്, പ്ലസ് റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. എത്ര കിട്ടും? റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ 6 നമുക്ക് 2 കിട്ടി. ഇനി അതുപോലെ തന്നെ എന്ത് വേണം? തീറ്റയും കാണണം. തീറ്റ കാണാൻ എന്ത് ചെയ്താൽ മതി? തീറ്റ കാണാൻ നമുക്കിവിടെ ഇക്വേഷൻ ഉണ്ട്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് ആണ്. അപ്പോൾ ടാൻ തീറ്റ നമുക്ക് ഇത് കിട്ടും അല്ലേ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ്. വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ട് 3 ആണ്, രണ്ടാമത് കൊടുക്കുന്നതാണ് വൈ കോർഡിനേറ്റ്, ഫസ്റ്റ് കൊടുക്കുന്നതാണ് എക്സ് കോർഡിനേറ്റ്. അപ്പോൾ റൂട്ട് 3/1. ടാൻ തീറ്റ റൂട്ട് 3 ആണെങ്കിൽ തീറ്റ നമുക്കറിയാം 60 ആണ്, 60 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് 6ഉം കിട്ടി, തീറ്റയും കിട്ടി. അപ്പോൾ പോളാർ കോർഡിനേറ്റിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? പോളാർ കോർഡിനേറ്റിൽ 6 എന്ന് പറഞ്ഞാൽ 2, തീറ്റ എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ ഇതാണ് അതിൻ്റെ പോളാർ കോർഡിനേറ്റ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് പോളാർ കോർഡിനേറ്റ് എന്നിട്ട് തിരിച്ച് കാർട്ടീഷ്യൻ കോർഡിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക ഇക്വേഷനും കാര്യങ്ങളൊക്കെ. അഥവാ ഇനി ചോദിച്ചാൽ, ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല കേട്ടോ. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റത്തെ ഏരിയ ആണിത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. 2 പോയിന്റ് നമുക്ക് തരും. ഈ പോളാർ കോർഡിനേറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഇനി അധികം പറയുന്നില്ല. പോളാർ കോർഡിനേറ്റ്സ് ജസ്റ്റ് കൺവേർഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന മൊത്തം അല്ലെങ്കിൽ കൺസെപ്റ്റ് തിയറി പറയുന്ന മൊത്തം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ്. ഫസ്റ്റ് പറഞ്ഞ എക്സും വൈയും വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 പോയിന്റ് ഇതാ. എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, അതിൻ്റെ കോർഡിനേറ്റ്സ് x1ഉം y1ഉം ആണ്. ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, അതിൻ്റെ കോർഡിനേറ്റ്സ് x2ഉം y2 ആണെങ്കിൽ നമ്മളോട് എ ബി എന്ന് പറഞ്ഞ ലെങ്ത് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നോക്കിയേ, ഇതെങ്ങനെയാണ് വന്നത് കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഡീറ്റെയിൽസ് പറയുന്നില്ല. ജസ്റ്റ് ഒക്കെ നമുക്ക് പോയിന്റും കാര്യങ്ങളായിട്ട് എല്ലാം എന്താ പറയുക ഡെറിവേഷനൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നോക്കുക, ഈ 2 പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. അതായത് 2 എക്സ് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ ചെയ്യുക, 2 വൈ കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് അത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. മനസ്സിലായോ? ഇനി ഇപ്പോൾ ചോദ്യം എങ്ങനെയാണ്, ഒരു കോർഡിനേറ്റ് തന്നിട്ട് അതിൻ്റെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാണണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാണണമെങ്കിൽ അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഒറിജിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ ഒറിജിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഒറിജിൻ മുകളിലോട്ട് പോയാൽ പോസിറ്റീവ്, റൈറ്റിലോട്ട് പോയാൽ പോസിറ്റീവ് കാര്യങ്ങൾ. 2 ആക്സിസും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഒറിജിൻ. ഓക്കെ, അപ്പോൾ ഒറിജിനിലാണെങ്കിൽ നമുക്ക് ചോദ്യം ഇങ്ങനെയായിരിക്കും, ഒറിജിൻ എന്ന് പറഞ്ഞ പോയിൻറ്റും പിന്നെ XY എന്ന് പറഞ്ഞ 2 പോയിൻറ്റും ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ നമുക്കറിയാം x2 മൈനസ് x1 ആണ്. അതായത് രണ്ടാമത്തേൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് x2, ഫസ്റ്റത്തേൻ്റെ ഇവിടെ x മൈനസ് 0. അപ്പോൾ എന്തായാലും x മൈനസ് 0 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x സ്ക്വയർ തന്നെ വരും. രണ്ടാമത്തെ y മൈനസ് 0 എന്ന് പറഞ്ഞാൽ y സ്ക്വയർ വരും. ഇതിൻ്റെ രണ്ടിൻ്റെ റൂട്ട് അതാണ് ഈ കാണുന്ന റൂട്ട് ഓഫ് x2 x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്നാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കാണാനുള്ള ഈ ഫോർമുല, ഡിസ്റ്റൻസ് ഫോർമുല ഒന്ന് ഓർത്ത് വെക്കുക. റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. 2 പോയിന്റ് വന്നിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് കാണാൻ പറയും. ഓക്കെ, അതുപോലെ തന്നെ 2 പോയിന്റ് വന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് കാണാനാണെങ്കിൽ ഒന്നും നോക്കണ്ട, ജസ്റ്റ് 2 എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ 2, 2 വൈ കോർഡിനേറ്റ് ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയാണ് മിഡ് പോയിന്റ് കാണാം. അതായത് 2 പോയിന്റ് x1 y1 എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റും x2 y2 എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് കാണണമെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 ബൈ 2, വൈ കോർഡിനേറ്റ് കാണണമെങ്കിൽ y1 പ്ലസ് y2 ബൈ 2. ഓക്കെ, അതാ ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? ചോദ്യം ഇത്രേ ഉള്ളൂ. 2 പോയിന്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഡിസ്റ്റൻസ് കാണണം. ഡിസ്റ്റൻസ് കാണാൻ നമുക്കറിയാം ഇക്വേഷൻ, ഡിസ്റ്റൻസ് കാണാൻ എ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. സൈനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ, അല്ലാതെ ഇവിടെ -6 6 കിട്ടാൽ ആൻസർ മാറും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റൂട്ട് ഓഫ് ആദ്യം നമുക്ക് റൂട്ട് ലാസ്റ്റ് കൊടുക്കാം, x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. ഇവിടെ x2 രണ്ടാമത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ -6 ആണ് അല്ലേ? x2 മൈനസ് x1 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇതിൻ്റെ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1, y2 എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 മൈനസ് -5 അപ്പോൾ +5, ഇതിൻ്റെ സ്ക്വയർ. ഇതിന് രണ്ടിൻ്റെയും കൂടെ റൂട്ടാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം -8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64
പ്ലസ് 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225. അതിൻ്റെ റൂട്ട് നമുക്കറിയാം എത്രയാ, റൂട്ട് 289 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്, 17 യൂണിറ്റ്. അപ്പോൾ ഇവിടുത്തെ ഈ രണ്ട് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ 17 യൂണിറ്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇനി അടുത്ത ചോദ്യം എന്താ, വേറൊരു ചോദ്യം കൂടി നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ എക്സ് -1 ആൻഡ് ബി 3 2 ഈസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് പോയിന്റ് എ ലൈസ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്. ഇവിടെ രണ്ട് പോയിന്റ് വന്നിട്ടുണ്ട്. ഒരു പോയിന്റ് കോർഡിനേറ്റ് എക്സും -1 ആണ്, മറ്റേത് 3ഉം 1 2 ആണ്. പക്ഷേ അത് തമ്മിൽ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ എന്താ, രണ്ടിൻ്റെ ഡിഫറൻസ് കാണാം, 3 - x അല്ലേ, 3 - x ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത എന്താ 2 - -1 അല്ലേ, അതായത് 3 സ്ക്വയർ. 3 - x ഹോൾ സ്ക്വയർ പ്ലസ് 2 - അതായത് 3 സ്ക്വയർ. ഇത് രണ്ടും ഇതിൻ്റെ റൂട്ടാണെന്ത്, ഇവിടെ 5 തന്നിട്ടുണ്ട് അല്ലേ, ഇതിൻ്റെ രണ്ടിൻ്റെ റൂട്ട് ഡിസ്റ്റൻസ് 5 തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി മാറും, ഇവിടെ 25 വരും. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് എക്സ് സിമ്പിളായിട്ട് കിട്ടും. ഒന്ന് നോക്കണ്ട, ഇവിടെ നോക്കിയേ, 3 - x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 - 9 16 ആണ്. 3 - xൻ്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ നമുക്ക് എക്സിന് ഏതൊക്കെ വാല്യൂ വരാം, ഇവിടെ ഏതോ ഒരു വാല്യൂൻ്റെ 3 - x എന്ന് പറഞ്ഞ വാല്യൂൻ്റെ സ്ക്വയർ 16 ആണെങ്കിൽ എക്സ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ 4 ആവണം അല്ലെങ്കിൽ -4 ആവും അല്ലേ. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 4 ആണെങ്കിലും 4 സ്ക്വയർ 16 ആണ്, -4 ആണെങ്കിലും അതിൻ്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ രണ്ട് വാല്യൂ നമുക്ക് കിട്ടും. 3 മൈനസ് ഈ 3 - x എന്ന് പറഞ്ഞ വാല്യൂ ഒന്നെങ്കിൽ 4 ആവാം അല്ലെങ്കിൽ -4 ആവാം. 4 ആണെങ്കിൽ എത്ര വാല്യൂ, 4 ആണെങ്കിൽ x 1 കിട്ടും. ഇനി -4 ആണെങ്കിലോ, അതായത് 3 - x -4 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 7 കിട്ടും അല്ലേ. അതായത് 1ഉം 1 അല്ല, ഇവിടെ എന്താണ് -1. ഇത് എക്സ് അങ്ങോട്ട് പോകുമ്പോൾ 3 - 1 ആണ്, -1 കിട്ടും. എക്സ് രണ്ട് വാല്യൂ പോസിബിൾ ആണ്, -1ഉം 7ഉം അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ പോയിന്റ് എങ്ങനെയാവാം, ഇവിടെ എക്സിൻ്റെ അവിടെ 1 ഒന്നെങ്കിൽ -1 എന്ന് പറഞ്ഞ പോയിന്റ് ആവാം, കാരണം ഇതല്ലേ പോയിന്റ്. എക്സിൻ്റെ അവിടെ -1 കൊടുക്കാം, അല്ലെങ്കിൽ എക്സിൻ്റെ അവിടെ 7 കൊടുക്കാം, 7 1 എന്ന് കൊടുക്കാം. ഇതിൽ രണ്ട് പോയിന്റും വരാം. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പോയിന്റ് എ ലൈസ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റിലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഫോർത്ത് ക്വാഡ്രന്റിലല്ല സംഭവം, ഫോർത്ത് ക്വാഡ്രന്റിലല്ല ഉദ്ദേശിച്ച് തേർഡ് ക്വാഡ്രന്റാണ് കേട്ടോ. തേർഡ് ക്വാഡ്രന്റാണ്, ഫോർത്ത് ക്വാഡ്രന്റില്ല. ഇത് ലൈ ചെയ്യുന്നത് തേർഡ് ക്വാഡ്രന്റിലാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം തേർഡ് ക്വാഡ്രന്റ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റിലേക്ക് പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ രണ്ട് കോർഡിനേറ്റ് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ രണ്ട് കോർഡിനേറ്റ് നെഗറ്റീവ് ഉള്ളത് ഏതാണ്, സോറി ഫോർത്ത് ക്വാഡ്രന്റാണ് കേട്ടോ, ഞാൻ എഴുതിയ മാറിപ്പോയതാണ്. ഇവിടെ എക്സ് -1 7 -1 ആണ്. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിൽ എന്തായിരിക്കും, ഫോർത്ത് ക്വാഡ്രന്റ് നമ്മൾ ആ കാർട്ടീഷ്യൻ ഒരു XY പ്ലെയിൻ എടുത്ത് നോക്കുക, ഫോർത്ത് ക്വാഡ്രന്റിൽ y നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ y നെഗറ്റീവ് ആയിരിക്കും, x പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ x പോസിറ്റീവും y നെഗറ്റീവും ഉള്ള ഏത് കോർഡിനേറ്റ് ഏത് വാല്യൂ ഉള്ളത്, 7 -1. അപ്പോൾ ആൻസർ എന്താ 7 -1 കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ ഫോർമുല. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതാ ജസ്റ്റ് വായിച്ചു നോക്കുക. സെക്ഷൻ ഫോർമുല ഗീവ്സ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ദാറ്റ് ഡിവൈഡ്സ് എ ലൈൻ സെഗ്മെന്റ് ഇൻ ദ റേഷ്യോ m:1. അതായത് രണ്ട് പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ട് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെ ഇതൊരു ലൈൻ സെഗ്മെന്റ് ആക്കി ഒരുമിച്ച് വരച്ചാൽ ഇവിടെ ചോദ്യം എങ്ങനെയായിരിക്കും, ഈ ലൈനിനെ ഇവിടെ ഒരു പോയിന്റ് m:n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഇത് x1 y1 എന്ന് പറഞ്ഞ പോയിൻ്റാണ്, ഇത് x2 y2 എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റാണ്. ഇവിടെ നടുവിൽ p എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ട്, അത് xy എന്നാണ് അതിൻ്റെ കോർഡിനേറ്റ്. ഈ രണ്ട് പോയിന്റിനെ ഈ p എന്ന് പറഞ്ഞ പോയിന്റ് m:n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെയും വൈൻ്റെയും കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് ഈ രണ്ട് വാല്യൂ നമുക്ക് തരും, m:n എന്ന് പറഞ്ഞ റേഷ്യോയും തരും. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെയും വൈൻ്റെയും കോർഡിനേറ്റ്, ഈ പോയിന്റ് ആയിട്ടുള്ള എക്സിൻ്റെയും വൈൻ്റെയും കോർഡിനേറ്റ് കാണാൻ ഈ ടോപ്പിക്ക് നോക്കിയാൽ മതി. ഇതല്ല, എവിടെയാണ്, അതാ നോക്കുക, ഇവിടെ പ്ലസ് ആണ് കേട്ടോ. അതായത് mx2 + nx, mx2 + nx1 ഡിവൈഡഡ് ബൈ m+n. ഇത് മൈനസ് അല്ല, പ്ലസ് ആണ് കേട്ടോ, m+n. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിപ്പോൾ എക്സ് കോർഡിനേറ്റ് ആണ്, ഇനി y കോർഡിനേറ്റ് ആണെങ്കിൽ my2 + ny1 ഡിവൈഡഡ് ബൈ m+n. ഇതാണ് ഇക്വേഷൻ കേട്ടോ. ഇതാണ് ഇക്വേഷൻ, ഓർത്ത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. mx2 പഠിച്ചു നോക്കാനും സുഖമാണ്, mx2 + nx1 ഡിവൈഡഡ് ബൈ m+n. ഇനി y കോർഡിനേറ്റ് ആണെങ്കിൽ my2 + ny1 ഡിവൈഡഡ് ബൈ
m+n. ഇനി ഇവിടെ ഒരു ഇക്വേഷൻ കിടക്കുന്നുണ്ട്. ഇതെന്താണെന്നായിരിക്കും നിങ്ങളുടെ കൺഫ്യൂഷൻ. അത് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. പോയിന്റ് ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ നടുവിൽ വരാം. അതിനാണ് ഇൻറ്റേർണൽ ഡിവിഷൻ എന്ന് പറയാം. ഇനി പോയിന്റ് ഇതാ ഇങ്ങനെ രണ്ട് പോയിന്റ്, ഇത് പിയും ഇത് ക്യൂ എന്ന് വിചാരിക്കുക. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈ ലൈനിൻ്റെ പുറത്ത് ഈ ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചാൽ അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഇതാ ഈ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ. അതായത് ഇത് ഇൻറ്റേർണലിയാണ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഈ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ. എക്സ്റ്റേണലി ആകുമ്പോൾ ഈ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ m:n ആണെങ്കിൽ, ഓക്കെ, ഈ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ m:n ആണെങ്കിൽ എക്സ്റ്റേണൽ ഡിവിഷനാണ് സംഭവിക്കുന്നത് അല്ലേ. ഈ പോയിന്റ് കിടക്കുന്നത് ഈ പി ക്യു എന്ന ലൈനിൻ്റെ ഉള്ളിലല്ല, ഇവിടെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് mx2 + nx1 കൊടുക്കാം. ഇനി എക്സ്റ്റേണൽ ഡിവിഷനാണ്, പോയിന്റ് ആ ലൈനിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റാണ് പറയുന്നതെങ്കിൽ അവിടെ ആ കോർഡിനേറ്റ് കാണൽ ഇക്വേഷനാണത്. xy എന്ന കോർഡിനേറ്റ് കാണൽ ഇക്വേഷനാണ് mx2 - nx1 / m-1. അതുപോലെ തന്നെ my2 - ny1 / m+. ഒന്ന് ഇൻറ്റേർണൽ ഡിവിഷനാണ്, ഒന്ന് എക്സ്റ്റേണൽ ഡിവിഷനാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സാധാരണ ഗതിയിൽ ഇൻറ്റേർണൽ ഡിവിഷനാണ് ചോദിക്കാറുള്ളത്. ഇനി എക്സ്റ്റേണൽ ഡിവിഷൻ ചോദിച്ചാലും സിമ്പിളായിട്ട് ചെയ്യണം. ഒന്ന് രണ്ട് പോയിൻറ്റിൻ്റെ ഉള്ളിലായിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക, ഒന്ന് രണ്ട് പോയിന്റ് ലൈൻ സെഗ്മെൻറ്റ് പുറത്തായിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക. അതാണ് എക്സ്റ്റേണൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ചോദ്യം ഉണ്ടോ എന്ന് ചെയ്ത് നോക്കാം അല്ലേ. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് പി ഇഫ് ഇറ്റ് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ്. എങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക? രണ്ട് പോയിന്റ് നമുക്ക് തരും, എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്, അതായത് ഒരു ലൈൻ ഉണ്ട്, എ ബി എന്ന് പറഞ്ഞ ലൈൻ. അതിൻ്റെ നടുവിൽ ഏതൊരു പോയിന്റ് അതിനെ 2:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കാണാം. അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കാണാനല്ലേ. എക്സ് കോർഡിനേറ്റ് കാണാൻ ഇക്വേഷൻ എന്താ? mx2. എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിനാണ് എം എന്ന് പറയാം, ഇതാ ഇതിനാണ് എം, ഇതിനാണ് n. ഈ ഫസ്റ്റ് കാണുന്നതാണ് x1, ഇതാണ് y1, ഇതാണ് x2, ഇതാണ് y2. ഈ ഇക്വേഷനിൽ കൊടുക്കുക mx2 എന്ന് പറഞ്ഞതാ 2 mx2 + nx1 അല്ലേ. 2 × x2 എന്ന് പറഞ്ഞാൽ -3, അതായത് 2 × -3 mx2 + nx1. n എന്ന് പറഞ്ഞാൽ 3 × x1 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, ഡിവൈഡഡ് ബൈ, ഇനി ഡിവൈഡഡ് ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയാൽ മുകളിൽ തന്നെ -6ഉം +6ഉം 0 ആയി പോയി. അപ്പോൾ താഴെ m+n വേണമെങ്കിൽ കൊടുത്തോ 5, എന്നാൽ ഈ കോർഡിനേറ്റ് എന്തായി മാറും? 0 ആയി മാറും. അതായത് എക്സ് കോർഡിനേറ്റ് എന്ത് കിട്ടി? 0 കിട്ടി. ഇനി വൈ കോർഡിനേറ്റ് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? my2 അല്ലേ, അതായത് 2 × 6 എത്രയാ? 12 പ്ലസ് ny1 3 × y1 അതായത് 3 ഡിവൈഡഡ് ബൈ m+n എത്രയാ? 2 + 3 എന്ന് പറഞ്ഞാൽ 5. എത്ര കിട്ടും? 15/5 എന്ന് പറഞ്ഞാൽ 3 കിട്ടും. അതായത് ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റ് എത്രയാണ്? വൈ കോർഡിനേറ്റ് 3 ആണ്. ഈ പോയിന്റാണ് ഇതിനെ ആ റേഷ്യോയിൽ, അതായത് 2:3 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അതാ എക്സ്റ്റേണൽ ഡിവിഷനാണ്. ഇവിടെയും സെയിം ആണ്, പക്ഷേ ഒറ്റ വ്യത്യാസമുള്ള എന്താ? നമ്മൾ mx2 - nx1 എന്ന് കൊടുക്കണം. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ ഫസ്റ്റ് കാണുന്നതാണെന്ത്? ഈ കാണുന്നതാണ് x1, ഇതാണ് y1, ഇതാണ് x2, ഇതാണ് y2. ഇനി ഈ കാണുന്നതാണ് m, ഈ കാണുന്നതാണ് n. കൊടുത്തേ എക്സ് കോർഡിനേറ്റ് കാണാൻ പോവാണ്. mx2 എന്ന് പറഞ്ഞാൽ 4 × 7, mx2 - nx1 അല്ലേ, 3 × 4. ഓക്കെ, ഇത് ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ അത് കൺഫ്യൂഷൻ ആവും. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇത് അങ്ങോട്ട് വിടുമ്പോൾ വാല്യൂസ് അങ്ങോട്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ എനിക്ക് മാറിപ്പോകാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ മാറിപ്പോകരുത്, ആകെ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ mx2 - nx1 എന്ന് പറഞ്ഞാൽ 3 × 4 12 ഡിവൈഡഡ് ബൈ m-1 എത്ര കിട്ടും? 28 - 12 എന്ന് പറഞ്ഞാൽ 16 കിട്ടും. ഇനി വൈ കോർഡിനേറ്റ് ആണെങ്കിലോ my2 m × y2 അതായത് 4 × -1 എത്രയാ? -4 മൈനസ് ny1 എത്രയാ? ny1 എന്ന് പറഞ്ഞാൽ 3 × my2 - ny1 എത്ര കിട്ടും? 3 × 5 എന്ന് പറഞ്ഞാൽ -15 ഡിവൈഡഡ് ബൈ m-n 4 - 3 ആണ് 1 എത്ര കിട്ടും? -19. അപ്പോൾ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ് 16ഉം വൈ കോർഡിനേറ്റ് -19. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻറ്റേർണൽ ഡിവിഷനും എക്സ്റ്റേണൽ ഡിവിഷനും വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താ? ഇൻ വിച്ച് റേഷ്യോ, ഇനി ഇങ്ങനെ ചോദിക്കാം, ഇൻ വിച്ച് റേഷ്യോ പി, ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക്
ഡിവൈഡ് ചെയ്ത് ഈ 2 പോയിന്റ് -2 1 7 4 എന്ന് പറഞ്ഞ 2 പോയിന്റ് വന്നിട്ടുണ്ട്. അതിനെ P1:2 എന്ന് പറഞ്ഞ ലൈൻ എന്ത് ചെയ്യും, അതിന് ഏതോ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ റേഷ്യോ എത്രയാണെന്ന് ചോദ്യം. ഇവിടെ നമുക്ക് കാണേണ്ടത് എമ്മും എന്നും ആണ്. x1 വന്നിട്ടുണ്ട്, x2 വന്നിട്ടുണ്ട്, അല്ല x1 വന്നിട്ടുണ്ട്, y1 വന്നിട്ടുണ്ട്, x2 വന്നിട്ടുണ്ട്, y2 വന്നിട്ടുണ്ട്. ഇതാ ആ പോയിന്റും തന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഈ പോയിന്റ് ആയിരുന്നു നമ്മൾ കാണല്, പക്ഷേ ഇവിടെ ഈ പോയിന്റ് വന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എമ്മും എന്നും നമ്മുടെ റേഷ്യോ ആണ്. അപ്പോൾ നോക്കിയേ, നമുക്ക് എമ്മും എന്നോ കാണേണ്ടത്. നമ്മൾ ഇക്വേഷൻ നോക്കിയേ, ഈ കാണുന്നത് എന്താണ്, ഈ കാണുന്നത് x1 y1 x2 y2. ഓക്കെ, x2 y2 ഉണ്ട്. അപ്പോൾ നമ്മളിനി ഇക്വേഷനിൽ എഴുതാൻ പോകും. ഇക്വേഷൻ എന്താ, എക്സ് കോർഡിനേറ്റ് കാണാൻ. എക്സ് കോർഡിനേറ്റ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാ, ഇത് നമുക്ക് ചെയ്യാൻ സുഖമാണ്. ഏതെങ്കിലും എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഏതെങ്കിലും ഒന്ന് എടുക്കുക. എക്സ് കോർഡിനേറ്റ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാ, 1 ആണ്. എക്സ് കോർഡിനേറ്റ് കാണാൻ ഇക്വേഷൻ നമുക്കറിയാം, mx2 അല്ലേ. എം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. mx2 എന്ന് പറഞ്ഞാൽ അവിടെ 7 ആണ്, പ്ലസ് n x1 എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ്, അവിടെ -2 ആണ്, ഡിവൈഡഡ് ബൈ m + n. ഇങ്ങനെ തന്നെയല്ലേ. ഇത് എക്സ് കോർഡിനേറ്റ് പറഞ്ഞാൽ mx2 പ്ലസ് n x1 ഡിവൈഡഡ് ബൈ m + n. അതാണെന്ത് 1 കോർഡിനേറ്റ് തന്നെ. അപ്പം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. m + n റൈറ്റ് സൈഡിലോട്ട് വരും, ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡിൽ 7n - 2n. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എന്ത് കിട്ടും, 2n ഇപ്പുറം വരുമ്പോൾ 3n = m അപ്പുറം പോകുമ്പോൾ 6m. m - n അല്ല, m/n റേഷ്യോ എന്ത് കിട്ടും, m/n എന്ന് പറഞ്ഞാൽ 3/6 എന്ന് പറഞ്ഞാൽ 1/2. അതായത് m:2 എന്താ റേഷ്യോ നമുക്ക് എത്ര, m/n 1/2 ആണെങ്കിൽ m:2 എന്താ 1:2. ഈ റേഷ്യോയിലായിരിക്കും എമ്മും എന്നും ഉണ്ടാവുക. അപ്പോൾ ആ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ വൈ കോർഡിനേറ്റ് എടുത്ത് ചെയ്താലും ഇതന്നെ കിട്ടും. ഇത് ചോദ്യത്തിൽ തെറ്റൊന്നുമില്ലെങ്കിൽ വൈ കോർഡിനേറ്റ് എന്ത് കിട്ടും, ഈ സാധനം തന്നെ കിട്ടും. ഓക്കെ, കൂടുതലായിട്ട് നമ്മളൊരു ടോപ്പിക്കിൽ തന്നെ ഇരിക്കുന്നില്ല, നമുക്കിതെല്ലാം കൂടെ കവർ ചെയ്യണം. അതുകൊണ്ട് അടുത്ത ടോപ്പിക്കിൽ പോകാം. ഓക്കെ, അടുത്ത ജസ്റ്റ് ഒരു ടോപ്പിക്കാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ടോപ്പിക്. അല്ലെങ്കിൽ സെയിം സാധനം തന്നെ, ഡിവിഷനാണ്. ഇഫ് 2 points x1 and y1 ആർ ഗിവൺ. 2 പോയിന്റ് തന്നിട്ടുണ്ട് നമുക്ക്, x1 y1 ഉം x2 y2 ഉം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിസ് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യാന്ന് കാണേണ്ടത് കേട്ടോ. എക്സ് ഇതാ, ഇപ്പോൾ ഈ 2 പോയിന്റ് ഇതാ, ഇവിടെ ഈ 2 പോയിന്റ് ഉണ്ട്. ഈ 2 പോയിന്റ് നമുക്ക് എക്സ് ആക്സിസ് ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന കാണാൻ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് y1 ഉം y2 എടുത്താൽ മതി. ഓക്കെ, ഒരു മിനിറ്റ്, y1 y2 എടുത്താൽ മതി. ഇനിയോ y ആക്സിസ് ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന കാണാൻ ഡയറക്റ്റ് x1:x2 എടുത്താൽ മതി. അതും ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വരക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കിളൊക്കെ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ സിമിലർ ട്രയാങ്കിൾ കിട്ടുന്നതിൻ്റെ കൺസെപ്റ്റ് ഒക്കെയാണ്. പക്ഷേ ഇത് ഓർത്ത് വെക്കുക, ഈ 2 പോയിന്റ് തന്നിട്ട് ഇത് എക്സ് ആക്സിസ് ഏത് റേഷ്യോയിൽ ഡിവൈഡ് എന്ന് ചോദിച്ചാൽ y1:y2 ചെയ്താൽ മതി. y ആക്സിസ് ഏത് റേഷ്യോയിൽ ഡിവൈഡ് എന്ന് ചോദിച്ചാൽ x1:x2 റേഷ്യോയിൽ ചെയ്താൽ മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ എക്സ്റ്റേണലി ഇഫ് ബോത്ത് പോയിന്റ്സ് ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ആക്സിസ്. ഇപ്പോൾ കോർഡിനേറ്റ് ആക്സിസ് വരച്ചു, രണ്ടും ഈ ആക്സിസിൻ്റെ ഒരേ സൈഡിലാണെങ്കിൽ ഒരിക്കലും ഇൻറ്റേർണൽ ഡിവിഷൻ ഉണ്ടാവില്ല. ഇൻറ്റേർണൽ ഡിവിഷൻ ഇതാ, ഇപ്പോൾ വൈ ആക്സിസ് ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നതാണ് ചോദ്യമെങ്കിൽ ഇൻറ്റേർണൽ ഡിവിഷൻ നടക്കണമെങ്കിൽ ഒരു പോയിന്റ് ഇവിടെയും വേണം, ഒരു പോയിന്റ് ഇവിടെയും വേണം അല്ലേ. അപ്പോഴല്ലേ ഇൻറ്റേർണൽ ഡിവിഷൻ നടക്കുകയുള്ളൂ എക്സ് ആക്സിസ്. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞതാണ്. ഇൻറ്റേർണലി ആണെങ്കിൽ ഇതാ പോയിന്റ്സ് ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ പ്ലെയിൻ. സെയിം സൈഡ്, ഈ രണ്ട് ആക്സിസിനെ സെയിം സൈഡിലാണ് പോയിന്റ് എങ്കിൽ അത് എക്സ്റ്റേണൽ ഡിവിഷൻ നടക്കുക. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ മാത്രമേ ഇൻറ്റേർണൽ ഡിവിഷൻ നടക്കുള്ളൂ. ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഈ ഷോർട്ട് കൂടെ ഓർത്ത് വെക്കുക. അത് ചോദിച്ചിട്ടില്ല, എന്നാലും എപ്പോഴെങ്കിലും ചോദിച്ചാൽ നമുക്ക് അറിയില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഇതാ, അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഡിവിഷൻ പഠിച്ചു, ഡിസ്റ്റൻസ് പഠിച്ചു. ഇനി അടുത്തത് പറയാനുള്ള കാര്യമാണ് സ്ലോപ്പ് ഓഫ് എ സ്ട്രേറ്റ് ലൈൻ. ഇത് അധികം ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ചോദിക്കാനല്ല സാധ്യതയുള്ള സിമ്പിളായിട്ടുള്ള സംഭവമാണ്. സ്ലോപ്പ് ഓഫ് എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്ലോപ്പ് ഓഫ് എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എം. ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ ഇൻ കോർഡിനേറ്റ് ജോമെട്രി ഇസ് എ മെഷർ ഓഫ് ഇറ്റ് സ്റ്റീപ്നെസ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, ഒരു സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ, ഇപ്പോൾ ഒരു കോർഡിനേറ്റ് ജോമെട്രി ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലൈന് എത്ര ചെരിവിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നതിനാണ് എന്ത് പറയുക, സ്ലോപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ലൈൻ എ ബി, ഈ ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു ലൈൻ കിടക്കുന്നുണ്ട്. ഈ ലൈന് എത്ര ചെരിവിലാണ് ഈ എക്സ് ആക്സിസുമായിട്ട് കിടക്കുന്നത്, അതിനെയാണ് എന്ത് പറയുക, സ്ലോപ്പ് എന്ന് പറയാം. നോക്കിയേ, ഇപ്പോൾ തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിളിലാണ് കിടക്കുന്നതെങ്കിൽ സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി, നോക്കിയേ ടാൻ തീറ്റ കണ്ടാൽ മതി. ആ ടാൻ തീറ്റയാണ് ഇതിൻ്റെ സ്ലോപ്പ്. ഈ സ്ലോപ്പ് കാണാനുള്ള വേറൊരു മെത്തേഡാണ്. അതായത് ഈ ലൈനിൽ കിടക്കുന്ന ഏതെങ്കിലും 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ 2 പോയിൻ്റാണ് x1 y1 ഉം x2 y2. അതായത് ഒരു ലൈനാണ് ഈ പോകുന്നത്. ഈ ലൈനിൻ്റെ സ്ലോപ്പ് നമ്മൾ കാണാൻ പോവുകയാണ്. ഈ ലൈനിൽ എവിടെയെങ്കിലും 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷനാണിത്, y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. അപ്പോൾ 2 രീതിയിൽ നമുക്ക് സ്ലോപ്പ് കാണാം. സ്ലോപ്പിനെ നമ്മൾ സാധാരണ m ആയിട്ടാണ് ഡിനോട്ട് ചെയ്യൽ. ഒന്നെങ്കിൽ നമുക്ക് തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ടാൻ തീറ്റ. അതല്ല തീറ്റ തന്നിട്ടില്ല, 2
പോയിന്റ് ഈ ലൈനിലുള്ള രണ്ട് പോയിൻ്റാണ് തന്നിട്ടുള്ളതെങ്കിൽ x2 - x1 y2 - y1 ഈ രണ്ട് രീതിയിലാണ് സ്ലോപ്പ് കാണുക. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കാണാൻ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഈ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജനറലി ഇങ്ങനെ ഉണ്ടാവുക ax + by + c = c. ഈ ഫോമിലാണെങ്കിൽ അതൊരു ലൈനിൻ്റെ ഇക്വേഷനാണ്. ഇതിൽ നമ്മൾ എക്സിനും വൈക്കും ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, എക്സിന് വാല്യൂ എടുക്കും വൈക്ക് ഒരു വാല്യൂ ഇട്ട് അങ്ങനെ ആ പോയിന്റുകളൊക്കെ എടുത്താൽ വരക്കുന്ന നമുക്കൊരു ലൈനിൻ്റെ ഇക്വേഷൻ ആണെന്ത് ഇത്. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണെന്ത് ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞ സാധനം. കാരണം ഏത് സ്ലോപ്പിൽ എത്ര ചെരിവിലാണ് ലൈൻ എന്ന് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ലൈൻ വരാം. നമുക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ വരച്ചാൽ അതൊക്കെ ലൈനാണ്. പക്ഷേ എത്ര ആംഗിളിൽ എത്ര ചെരിവിലാണ് അത് കിടക്കുന്നത്, ഏതൊക്കെ പോയിന്റിലൂടെയാണ് അത് പോകുന്നത് കണ്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ലൈൻ വരക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ജസ്റ്റ് സ്ലോപ്പ് ഓഫ് സ്ട്രൈറ്റിൽ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം അല്ല, രണ്ട് ആക്സിസ് ഉണ്ട്. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇഫ് 2 lines are parallel then their slopes are equal. രണ്ട് ലൈന് പാരലാണ്, അതായത് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, അതിന് പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് എന്നായിരിക്കും. രണ്ട് ലൈൻ പാരലാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലേ. കാരണം എക്സ് കോർഡിനേറ്റ് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ടാൻ തീറ്റയും ഈക്വൽ ആയിരിക്കും. രണ്ടിൻ്റെ ടാൻ തീറ്റ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, സ്ലോപ്പും ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസിൻ്റെ സ്ലോപ്പ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കുക കേട്ടോ. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈനിൻ്റെയും സ്ലോപ്പ് മൾട്ടിപ്ലൈ എന്താ കിട്ടുക, -1 കിട്ടുക. ഒന്നുമില്ല, ഈ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് തീറ്റ കിട്ടും, ഇതിൻ്റെ നമുക്ക് എത്ര കിട്ടും, 90 - തീറ്റ എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുക. അത് നിങ്ങൾ ഓർക്കേണ്ട എങ്ങനെയാണ് വന്നെന്നുള്ളത്. പക്ഷേ രണ്ട് ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ രണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, -1 ആണ് കിട്ടുക കേട്ടോ. അത് ഓർത്ത് വെക്കുക. അതൊരു ചിലപ്പോൾ ആവശ്യം വരും, ചിലപ്പോൾ ഡയറക്റ്റ് ചോദ്യം തന്നെ വന്നൊന്നും വരാം. രണ്ട് സ്ലോപ്പ് വന്നിട്ട് അതിൻ്റെ മൾട്ടിപ്പിൾ എന്തായിരിക്കും ചോദിക്കാം. അതുപോലെ തന്നെ രണ്ട് പാരലൽ ലൈൻ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വേറെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇഫ് 3 points are collinear. കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ 3 പോയിന്റ് ഉണ്ട്, ഇവിടെ 3 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 3 പോയിന്റും കൊളീനിയർ ആണോ അല്ലേ എന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി, ഇതാ ഈ AB എന്ന് പറഞ്ഞ ലൈനിൻ്റെ സ്ലോപ്പ് കാണുക, BC എന്ന് പറഞ്ഞ ലൈനിൻ്റെ സ്ലോപ്പ് കാണുക. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ആ 3 ലൈനും കൊളീനിയർ ആണ് അല്ലേ. ഇപ്പോൾ നോക്കിയാൽ ഇതാണ് ആ 3 ലൈൻ എന്ന് വിചാരിക്കുക. ഇത് A, ഇത് B, ഇത് C, ഇത് 3 ആണ് ആ പോയിന്റ്. അപ്പോൾ AB എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സ്ലോപ്പ് ആദ്യം കാണാം. അതിന് ഈക്വൽ ആണ് എന്ത്, BC എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സ്ലോപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ 3 പോയിന്റും എന്താണ്, ഒരേ ലൈനിൽ കൂടിയാണ് പോകുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് സ്ലോപ്പ് ഈക്വൽ ആവുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഈ BC എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സ്ലോപ്പ്, ജസ്റ്റ് BC എന്ന് പറഞ്ഞ സാധനം ഒന്ന് ചെരിഞ്ഞാൽ സ്ലോപ്പ് മാറിയില്ലേ. സ്ലോപ്പ് ഈക്വൽ ആയതുകൊണ്ട് ഇത് 3 കൊളീനിയറാന്ന് പറയാം. ഈ കൊളീനിയായിട്ട് ചെക്ക് ചെയ്യാൻ ഒരുപാട് ഐഡിയ ഉണ്ട്. അതിൽ ഒരു ഐഡിയ ആണെന്ത്, ഈ സ്ലോപ്പ് അതായത് സെപ്പറേറ്റ് AB-ൻ്റെ BC-ൻ്റെ കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക, അത് രണ്ടും സ്ലോപ്പ് സെയിം ആണെങ്കിൽ അത് കൊളീനിയറാണ്. ഓക്കെ, അതുപോലെ തന്നെ പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ആണ്, പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്, -1 ആണ്. ഓക്കെ, ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ വിച്ച് പാസ് ത്രൂ 5, 2, 6, 4. ഈ രണ്ട് പോയിന്റ് കൂടെ കടന്നു പോകുന്ന ലൈനിൻ്റെ സ്ലോപ്പ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് രീതിയിൽ നമുക്ക് സ്ലോപ്പ് കാണാം. ഒന്നെങ്കിൽ തീറ്റ തരണം, ഡയറക്റ്റ് ആ ലൈനിൻ്റെ ചെരിവ് തന്നാൽ ടാൻ തീറ്റ കണ്ട സ്ലോപ്പായി. ഇല്ലെങ്കിലോ 2 പോയിന്റ് തരണം. 2 പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ. 2 പോയിന്റ് എന്തായാലും നമുക്ക് ശരിക്കും മനസ്സിലാക്കാം ആ ലൈൻ ഏതാണെന്നുള്ളത് അല്ലേ. ഏതെങ്കിലും 2 പോയിന്റ് കിട്ടിയാൽ പോരെ, അപ്പോൾ നമുക്ക് ആ ലൈൻ ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൂടെ. ഒരു പോയിന്റ് കിട്ടിയാൽ പറഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു പോയിന്റാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ആ ലൈൻ ഇങ്ങനെ ആവാം, എങ്ങനെയും പോവാം. പക്ഷേ 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈൻ എങ്ങനെ പോവുള്ളൂ, ഇങ്ങനെ മാത്രമേ ഈ ലൈന് പോവുള്ളൂ, വേറൊരു പോസിബിലിറ്റിയും ഇല്ല. അപ്പോൾ 2 ലൈന് തന്നാൽ നമുക്ക് എങ്ങനെയാണ് സ്ലോപ്പ് കാണുന്നത്. ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞു, എന്താ 2 പോയിന്റ് തന്നിട്ടുണ്ട്, x1, y1, അതുപോലെ തന്നെ x2, y2. ഈ 2 പോയിന്റ് ഏതൊക്കെയാണ്, ഇത് 5, 2 ആണ്, ഇതോ 6, 4 ആണ്. x1 ഉം y1 ഉം y2 ഒക്കെ തന്നിട്ടുണ്ട്. ഇക്വേഷൻ എന്താ, y2 മൈനസ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇവിടെ y2 എന്താ 4 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. x2 എന്ന് പറഞ്ഞാൽ 6 മൈനസ് 5 എത്രയാണ്, അപ്പോൾ 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2/1. ഇതാണ് ആ ലൈനിൻ്റെ സ്ലോപ്പ്. അതായത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഓക്കെ, ഇത്രയുള്ള സ്ലോപ്പ് കാണാൻ കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ. ഇതൊക്കെ ജസ്റ്റ് ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല, പക്ഷേ ജസ്റ്റ് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ കേട്ടോ. അപ്പോൾ ഒരു ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ, ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് പറയണം.
അതായത് ഒരു നീളത്തിലൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കിടക്കുന്ന ഒരു വലിയൊരു ലൈൻ ഉണ്ട്. ആ ലൈനിൻ്റെ ഇക്വേഷൻ ഏത് പോയിൻറ്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കാണണം. അതിന് നമുക്ക് 3-4 ഐഡിയ ഉണ്ട്. മെയിനായിട്ടുള്ള 4 ഫോമാണുള്ളത്. ഒന്നാണെന്ത്? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ ഹാവിങ് സ്ലോപ്പ് എം ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് സി എന്ന് പറഞ്ഞാൽ y = mx + c എടുത്താൽ നമുക്ക് ആ ലൈനിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്, ഒരു y ഇൻ്റർസെപ്റ്റും തന്നിട്ടുണ്ട്. y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ ലൈന് കടന്നു പോകുമ്പോൾ y ആക്സിസിൽ എവിടെയാണോ അത് മുട്ടുന്നത്, തട്ടുന്ന പോയിന്റ്, അതിൻ്റെ y കോർഡിനേറ്റ് ആണെന്ത്? y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് x ആക്സിലാണെങ്കിൽ അതിന് x ഇൻ്റർസെപ്റ്റ് എന്ന് പറയും, y ആക്സിലാണെങ്കിൽ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയും. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? y ഇൻ്റർസെപ്റ്റ് ആണ് വേണ്ടത്. ആ y ഇൻ്റർസെപ്റ്റ് c ആണ്. ആ ലൈനിൻ്റെ സ്ലോപ്പ് m ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? y = mx + c. കേട്ടോ, ഇതാണ് സംഭവം. ഇത് ഇൻ്റർസെപ്റ്റ് എന്താണെന്നാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ആ ചോദ്യം ഇതാണ്. ഒരു സ്ലോപ്പ് വന്നിട്ടുണ്ട്, എത്ര? 5 ആണ്. പിന്നെ ഈ ലൈനിലൂടെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? നമുക്കറിയാം y = mx + c ആണ് അല്ലേ. അപ്പോൾ y = m തന്നിട്ടുണ്ട്, എത്ര? 5x + c. c എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? c എന്ന് പറഞ്ഞാൽ y ഇൻ്റർസെപ്റ്റ് ആണ്. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് കാണണം. c എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റില്ല. ഈ c എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ കിട്ടണം നമുക്ക് അല്ലേ. ഇവിടെ എക്സും y മാത്രമാണ് വേരിയബിൾസ്, c നമുക്ക് കിട്ടണം. അപ്പോൾ c കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ലൈന് 2, 3 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം 2, 3 എന്ന് പറഞ്ഞ വാല്യൂ ഈക്വേഷനിൽ ഇട്ട് കൊടുത്താൽ അത് സാറ്റിസ്ഫൈ ആണോ അല്ലേ? അപ്പോഴല്ലേ ഇതിൻ്റെ ഇക്വേഷൻ ആവുള്ളൂ. അപ്പോൾ നമ്മൾ എക്സിന് 2ഉം വൈക്ക് 3 ഇട്ട് കൊടുത്താൽ നമുക്ക് സീൻ്റെ വാല്യൂ കിട്ടും. എന്നിട്ട് കൊടുത്തേ എക്സിന് 2, y എന്ന് പറഞ്ഞാൽ 3 അല്ലേ. 3 = എക്സിന് 2, എക്സ് 5 × 2 എത്രയാണ്? 10 + c. അപ്പോൾ നമുക്ക് ഇതിന് c കിട്ടൂലേ. c എന്ത് കിട്ടും? c എന്ന് പറഞ്ഞാൽ 3 - 10 - 7 കിട്ടി. അപ്പോൾ നമുക്ക് സിയും കിട്ടി. ഇനി ഇക്വേഷൻ പറ. ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിയേ. സി നമുക്ക് വാല്യൂ കിട്ടി. സി എന്ന് പറഞ്ഞാൽ y = mx + c. m എന്ന് പറഞ്ഞാൽ 5 ആണ്, 5x + c. c എന്ന് പറഞ്ഞാൽ -7 ആണ്. അപ്പോൾ -7 ഇതാണിത് ആ ലൈനിൻ്റെ ഇക്വേഷൻ. അല്ലാതെ വെറുതെ പ്ലസ് സി സ്ലോപ്പ് വന്നിട്ടുണ്ട്. y = mx + c എന്ന് എഴുതി വെക്കരുത്. സി വാല്യൂ നമ്മൾ കാണണം. സി വാല്യൂ കാണാനാണ് നമുക്ക് ഈ 2 പോയിന്റ് തന്നിട്ടുള്ളത്. കാരണം ആ ലൈനിലൂടെ ഈ പോയിന്റിലൂടെയാണ് ആ ലൈൻ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ലൈനിലൂടെ കടന്നു പോകുന്ന അപ്പോൾ ഏത് പോയിന്റിലൂടെയൊക്കെ ആ ലൈൻ കടന്നു പോകുന്നുണ്ട് അതൊക്കെ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ആവും. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് തന്നതുകൊണ്ട് നമുക്ക് അത് ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് c എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പോൾ ശരിക്കും y = 5x - 7 ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫോം. y = mx + c. സ്ലോപ്പ് വേണം, പിന്നെ y ഇൻ്റർസെപ്റ്റും വേണം. ഇനി അടുത്തതാണ് ഇൻ്റർസെപ്റ്റ് ഫോം. ഇവിടെ നമുക്ക് x ഇൻ്റർസെപ്റ്റും വേണം, y ഇൻ്റർസെപ്റ്റും വേണം. നേരത്തെ നമുക്ക് ഒരു ഇൻ്റർസെപ്റ്റ് മതിയായിരുന്നു. ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് സ്ലോപ്പ് ഒന്നും ആവശ്യമില്ല. പക്ഷേ x ഇൻ്റർസെപ്റ്റും വേണം, y ഇൻ്റർസെപ്റ്റും വേണം. അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ വരിക നോക്കിയതാ. x/a + y/b = 1. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ആ ഇക്വേഷൻ കിട്ടും. എന്തൊക്കെ വേണം? a എന്ന് പറഞ്ഞാൽ x ഇൻ്റർസെപ്റ്റ് ആണ്, b എന്ന് പറഞ്ഞാൽ y ഇൻ്റർസെപ്റ്റ് ആണ്. x ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ലൈൻ x ആക്സിസിൽ എവിടെയാണോ മുട്ടുന്നത് അതാണ് x ഇൻ്റർസെപ്റ്റ്, y ആക്സിൽ എവിടെയാണോ മുട്ടുന്നത് അതാണ് y ഇൻ്റർസെപ്റ്റ്. പറ. ഇതാ ചോദ്യം അതുപോലെ തന്നെ താഴ്ത്തുന്നുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം പറ. എക്സും y ഇൻ്റർസെപ്റ്റ് വന്നിട്ടുണ്ട്, 3ഉം 2ഉം. ഡയറക്റ്റ് ഇക്വേഷൻ അല്ലേ. നോക്കിയേ, x ഇൻ്റർസെപ്റ്റ് എത്ര? 3 + y/b. b എന്ന് പറഞ്ഞാൽ y ഇൻ്റർസെപ്റ്റ് എത്ര? 2 = 1. ഇതൊന്ന് അറേഞ്ച് ചെയ്ത ഇക്വേഷൻ കിട്ടിയില്ലേ? ഞാൻ ഈ 3ഉം 2ഉം ഒന്ന് കളയാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x/3 2x + 3y = ഇവിടെ മാത്രം ചെയ്യാൻ പറ്റില്ല, റൈറ്റ് സൈഡിലും 6 കൊണ്ട് ചെയ്യണം. 6 അല്ലേ. അപ്പോൾ 2x + 3y = 6. ഇതാണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ. മനസ്സിലായോ? സിമ്പിളായിട്ട് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ax + by + c = 0 ഫോമിലായിരിക്കണം ഒരു ലൈനിൻ്റെ ഇക്വേഷൻ. ഇതാ ആ ഇക്വേഷനിലായില്ലേ? നോക്കിയേ, 2x + 3y = 6 എന്ന് പറഞ്ഞ ഫോമിലായി. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫോം. അപ്പോൾ ചിലപ്പോൾ ചോദ്യം എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഫോമിൽ എഴുതിയിട്ട് നമ്മളോട് ഇതിൻ്റെ x ഇൻ്റർസെപ്റ്റും y ഇൻ്റർസെപ്റ്റും കാണാൻ പറയും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ x ഇൻ്റർസെപ്റ്റും y ഇൻ്റർസെപ്റ്റും കാണണമെങ്കിൽ ഈ ഫോമിൽ എഴുതുക. എക്സിൻ്റെ താഴെ വരുന്നത് എന്താണോ അതാണ് x ഇൻ്റർസെപ്റ്റ്, വൈൻ്റെ താഴെ വരുന്നത് എന്താണോ അതാണ് y ഇൻ്റർസെപ്റ്റ്. = 1 എന്ന് വരും വേണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് സ്ലോപ്പ് ഫോമാണ്. നമുക്ക് ഒരു പോയിന്റും തരണം, സ്ലോപ്പും തരണം. ഇപ്പോൾ നമ്മൾ എങ്ങനെ കാണും? പോയിന്റും സ്ലോപ്പും നമ്മളിതിന് നേരെ ഒന്നാമത്തേതിൽ നമ്മൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ചെയ്തു, y = mx + c. ആ സാധനത്തിൻ്റെ അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലോപ്പിന് എമ്മിന് പകരം നമ്മൾ വേറെ വാല്യൂ കൊടുക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഇതാ ഇക്വേഷൻ എഴുതാനുള്ള ഫോമാണെന്ത്? y - y1 = m × x - x1. ഓക്കെ, അപ്പോൾ ഇവിടെ y1 ഉം x1 ഉം നമുക്ക് തരും, സ്ലോപ്പും തരും. അങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക. ഇതാ ഈ ചോദ്യം നോക്കിയേ. സ്ലോപ്പ് തന്നിട്ടുണ്ട് 3, പോയിന്റ് തന്നിട്ടുണ്ട് 1, 4. ഒന്ന് ചെയ്ത് നോക്കിയേ. y - y1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്?
-4. y മൈനസ് -4 എന്ന് പറഞ്ഞാൽ 4 ഇസ് ഈക്വൽ ടു m ഇൻറ്റു m എത്രയാണ് സ്ലോപ്പ് 3 ഇൻറ്റു x മൈനസ് x1. x എത്രയാണ് x മൈനസ് x1 എന്ന് പറഞ്ഞാൽ -1. ഇതാ ഈക്വേഷൻ അറേഞ്ച് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കിട്ടും y + 4 ഇസ് ഈക്വൽ ടു 3x മൈനസ് 3. ഇത് നമ്മൾ ഒരു ഓർഡറിൽ ഏതെങ്കിലും സൈഡിലോട്ട് എഴുതുമ്പോൾ കിട്ടും, അത് ആ സൈഡിൽ കിടക്കട്ടെ. അപ്പോൾ 3x മൈനസ് y മൈനസ് 7 ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഫോം, പോയിന്റ് സ്ലോപ്പ് ഫോം കേട്ടോ. ഇത് നാലാമതൊരു ഫോം കൂടി ഉണ്ട്, അതാണിത് 2 പോയിന്റ് ഫോം. നമുക്ക് വേറെ ഒന്നും തരില്ല, 2 പോയിന്റ് തരും. 2 പോയിന്റ് തന്നാൽ നമ്മൾ എങ്ങനെ ഇത് കാണാം? നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷനാണ്. നോക്കിയേ, y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഈ കാണുന്നല്ലേ m. നമ്മൾ നേരത്തെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ പഠിച്ചു, y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ആ എമ്മിൻ്റെ പകരം അവിടെ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതി, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇതാ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞേ, 2 പോയിന്റ് തന്നിട്ടുണ്ട്, ലൈനിൻ്റെ ഇക്വേഷൻ കാണും. y മൈനസ് y1 ഇസ് ഈക്വൽ ടു y1 അല്ല സോറി y മൈനസ് y1. y1 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ y1 എന്ന് പറഞ്ഞാൽ 3 ആണ്. y മൈനസ് 3 ഇസ് ഈക്വൽ ടു m ഇൻറ്റു m എന്ന് പറഞ്ഞാൽ എന്താ? y2 മൈനസ് y1. y2 എത്രയാണ്? -5 മൈനസ് 3 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. x2 എത്രയാണ്? 4 മൈനസ് -2, അതായത് 4 + 2 ഇൻറ്റു x മൈനസ് x1. x1 എത്രയാണ്? y മൈനസ് 3 ആണെങ്കിൽ x + 2 വരും. മൈനസ് അല്ല, അപ്പോൾ +2. ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ ഇക്വേഷൻ കിട്ടും. എത്ര കിട്ടും? ഇവിടെ മുകളിൽ -8, താഴെ 6. -8 താഴെ 6 എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്ത് എത്ര കിട്ടും? -8/6 എന്ന് പറഞ്ഞാൽ -4/3 അല്ലേ? അപ്പോൾ -4/3. ഇതൊന്ന് ചെയ്താൽ മതി. ഈ 3-നപ്പുറം മൾട്ടിപ്ലൈ 3y മൈനസ് 9 ഇസ് ഈക്വൽ ടു -4x -8. ഒന്ന് ഇങ്ങോട്ട് വന്നാൽ 4x പ്ലസ് 3y -8 +8 പിന്നെ -1 ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ 4 തരത്തിലുള്ള മെത്തേഡ് നമ്മൾ പഠിച്ചു, ലൈനിൻ്റെ ഇക്വേഷൻ കാണാം. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തരും. ഇപ്പോൾ ചിലപ്പോൾ 2 പോയിന്റ് ആയിരിക്കും തരും, അപ്പോൾ 2 പോയിന്റ് ഫോം. ഇനി സ്ലോപ്പ് തരും, അപ്പോൾ നമ്മൾ പറഞ്ഞ മെത്തേഡ് അല്ലേ. അപ്പോൾ ഈ 4 മെത്തേഡ് ഇതാ: 2 പോയിന്റ് ഫോം, പിന്നെ പോയിന്റ് സ്ലോപ്പ് ഫോം, അതായത് ഒരു പോയിന്റും തരും, ഒരു ലൈനും ഒരു സ്ലോപ്പും തരും. ഇൻ്റർസെപ്റ്റ് ഫോം, എക്സ് ഇൻ്റർസെപ്റ്റും തരും, വൈ ഇൻ്റർസെപ്റ്റും തരും. പിന്നെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം, സ്ലോപ്പും തരും, ഒരു വൈ ഇൻ്റർസെപ്റ്റും തരും. ഈ 4 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാ ഒരു കുറച്ച് വെറൈറ്റി കേസുകൾ പറയുകയാണ്. ഇതാ ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് എ യൂണിറ്റ് അവേ ഫ്രം എക്സ് ആക്സിസ്. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ഇതാ എക്സ് ആക്സിസിന് പാരലാണ്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ലൈൻ പോകുന്നത്? എക്സ് ആക്സിന് പാരലായിട്ട്, അതായത് ഇങ്ങനെ ഈ ലൈനെന്ന് വിചാരിക്കുക. ഇത് എക്സ് ആക്സിസിൽ നിന്നും ഈ ഡിസ്റ്റൻസ് എത്രയാണ്? എ യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്താ? ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മുകളിലോട്ടാണെങ്കിൽ y ഈക്വൽ ടു എ വരും, താഴോട്ടാണെങ്കിൽ y ഈക്വൽ ടു -a എന്ന് വരും. കാരണം അവിടെ വേറെ ഒന്നും പറയാനില്ല അല്ലേ? നോക്കിയേ, ഏത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലും തന്നെ കിട്ടും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഏതൊരു പോയിന്റിൽ പറഞ്ഞാലും നമുക്ക് തന്നെ കിട്ടും. ഇവിടെ എക്സിന് പാരലായിട്ടാണ് ഈ ലൈൻ കിടക്കുന്നത്. അപ്പോൾ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിസ് നില ഡിസ്റ്റൻസ് ആണെന്ത്? y. ഇനി ഞാൻ തിരിച്ചും പറയാം, അതായത് ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു y ആക്സിസ്. അപ്പോൾ y ആക്സിന് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ ഉണ്ട് വിചാരിക്കുക. അതായത് y ആക്സിൽ നിന്ന് എ ഡിസ്റ്റൻസ് ദൂരെ ലൈൻ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? എക്സ് ഈക്വൽ ടു ബി. ഇതാ ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക, എക്സ് ഈക്വൽ ടു ബി. അത് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ ബി, ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ -b. എത്രയാണ് ലെങ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതാണ് ആ 2 ജനറൽ കേസ്. പിന്നെ പറയുന്ന ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ഈസ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? y ഈക്വൽ ടു mx. നേരത്തെ നമ്മൾ പറഞ്ഞു y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ലൈൻ ഈ ഒറിജിനിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ y ഇൻ്റർസെപ്റ്റ് പറഞ്ഞ സാധനം ഉണ്ടോ? ഇല്ല. y ഇൻ്റർസെപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ എന്താണ്? 0 ആയിട്ടാണ് വരിക. അതുകൊണ്ടാണ് y ഈക്വൽ ടു mx എന്ന് എഴുതിയത്. c എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ലൈന് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണെങ്കിൽ അതിന് y ഈക്വൽ ടു mx, അത്ര ഇക്വേഷൻ ഉണ്ടാവുള്ളൂ. ആ സ്ലോപ്പിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ax പ്ലസ് by ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 ലൈൻസ്. നമുക്ക് 2 ലൈൻ ഉണ്ട്. ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. ഈ ലൈനെ ഒറ്റ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് 2 ലൈൻ തരും, 2 ലൈനിൻ്റെ ഇക്വേഷനും തരും.
ആ രണ്ട് ലൈൻ്റെ ഇക്വേഷനും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് ലൈനും ഒരു പോയിന്റിലേ ഇൻ്റർസെക്റ്റ് ചെയ്യുള്ളൂ. അതായത് ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഈ ലൈനിൻ്റെ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം, ഈ ലൈനിൻ്റെ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് അതിന് എക്സും വൈയും കണ്ടാൽ അതായിരിക്കും എന്ത് ഇവിടുത്തെ ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം. അതായത് 2019 CGL-ൻ്റെ Tier 2 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2 ഗ്രാഫ്സ്, ഒരു ഗ്രാഫ് ഉണ്ട്, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3x + y - 5 എന്ന് പറഞ്ഞാൽ 0 ആണ്. വേറെ ലൈൻ എന്ന് പറഞ്ഞാൽ 2x - 5 അല്ല y - 5 എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് രണ്ടും P α β എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 3α + β പോയിന്റ് എത്ര? അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ഇത് 3x + y = 5. അടുത്ത ഇക്വേഷൻ എന്താ? 2x - y = 5. ഇതാണ് രണ്ട് ഇക്വേഷൻ. പക്ഷേ ഈ രണ്ട് ലൈനും ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്താൽ നമുക്കൊരു എക്സും ഒരു വൈയും കിട്ടും. ആ എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും ഇതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്. ജസ്റ്റ് സോൾവ് ചെയ്ത് എങ്ങനെ കിട്ടും? ഇത് രണ്ടും ആഡ് ചെയ്താൽ വൈ കട്ട് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ 3x + 2x ആണ് 5x, 5x എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ എക്സ് എന്ത് കിട്ടും? എക്സ് എന്ന് പറഞ്ഞാൽ 2 കിട്ടും. അപ്പോൾ ആ പോയിന്റ് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. അപ്പോൾ ആൽഫ എന്ത് കിട്ടി? 2 കിട്ടി. ഇനി ബീറ്റ കാണണം. ബീറ്റ കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ 2 കൊടുത്താണ്ട് ഈ രണ്ടിൽ ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ 3x അല്ല, എക്സ് കോർഡിനേറ്റ് കിട്ടിയില്ല. അപ്പോൾ 3 × 2 6 + y = 5. അപ്പോൾ y എന്ത് കിട്ടും? -1. അപ്പോൾ ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞ സാധനം -1 കിട്ടി. ആൽഫയും കിട്ടി, ബീറ്റയും കിട്ടി. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താ? 3α + β. 3α എന്ന് പറഞ്ഞാൽ 3 × 2 അല്ലേ ആൽഫ പ്ലസ് ബീറ്റ, അതായത് -1. എത്ര കിട്ടും? 5 കിട്ടും. ഇത് CGL Tier 2 എക്സാമിന് 2019 TCS ഒക്കെ വന്നതിന് ശേഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചോദ്യമാണ്. ചെറിയൊരു കൺസെപ്റ്റ് ഇതാണ്. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും സോൾവ് ചെയ്താൽ കിട്ടുന്ന പോയിന്റാണ് കേട്ടോ. ആ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അതായത് ഇനിയിപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി ഒന്നും അധികം പഠിക്കാത്ത +1 +2 ഒന്നും പഠിക്കാത്ത ആൾക്കാർ നോക്കുക, ജസ്റ്റ് രണ്ട് ഇക്വേഷൻ തരും, ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആയിരിക്കും എന്ത്? അതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്. ഓക്കെ, അത് വേറെ രീതിയിൽ തന്നിട്ടുണ്ട്. ദ ഗ്രാഫ് ഓഫ് ലീനിയർ ഇക്വേഷൻ. രണ്ട് ഇക്വേഷനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് A4 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിൽ Kൻ്റെ വാല്യൂ എത്രയാണ് ചോദ്യം. ഇതും CGL Tier 2 ചോദിച്ചിട്ടില്ല. അതായത് ഒരു ഷിഫ്റ്റിൽ നേരത്തെ ചോദിച്ച ചോദ്യം, മറ്റേ ഷിഫ്റ്റിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ടാണ് 4x - 2y. 4x - 2y എന്ന് പറഞ്ഞാൽ 10 ആണ്. 4x + ky എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ രണ്ട് ഇക്വേഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് ഇക്വേഷനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് എയും 4ഉം. അപ്പോൾ എയും 4 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇതിൽ രണ്ടിൽ ഇട്ട് കൊടുത്താലും സാറ്റിസ്ഫൈ ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ A4 എന്ന് പറഞ്ഞ പോയിന്റ് ഫസ്റ്റത്തിൽ ഇട്ട് കൊടുക്കുക. രണ്ടാമത്തിലാണ് K വരുന്നത്. അത് ആദ്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ ആദ്യം ഫസ്റ്റത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 × എക്സിൻ്റെ അവിടെ അല്ലേ 4a - 2 × 4 എത്രയാണ്? 8 = 10. ഇവിടെ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടൂലേ? എൻ്റെ വാല്യൂ നോക്കി എത്രയാണ്? 4a എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4a മിസ്റ്റേക്ക് ഒന്നുമില്ല അല്ലേ? 4x - 2y = 10. 4a - 2y 2 × 8 = 10. ഓക്കെ, അപ്പോൾ 4a എന്ന് പറഞ്ഞാൽ 18 4a എന്ന് പറഞ്ഞാൽ 18, a എന്ന് പറഞ്ഞാൽ 18/4 എന്ന് പറഞ്ഞാൽ 9/2 കിട്ടും അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ a എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? a എന്ന് പറഞ്ഞ വാല്യൂ, അതായത് ഈ കോർഡിനേറ്റ്സ്, ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് ഏതൊക്കെയാണ്? 9/2 4ഉം. ശരിക്കും ഈ കോർഡിനേറ്റിലാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്തത്. നേരത്തെ നമുക്ക് അവിടെ a എന്ന് പറഞ്ഞ വാല്യൂ ആയിരുന്നു. അപ്പോൾ ഇനി അത് എടുത്തുകൊണ്ട് ഇതിലിട്ട് കൊടുത്താൽ നമുക്ക് Kൻ്റെ വാല്യൂ കിട്ടും. കാരണം ഈ ലൈനിലും എന്താണ്? ഈ പോയിന്റ് സാറ്റിസ്ഫൈ ആവും. അപ്പോൾ ഇട്ട് കൊടുത്തേ 4 × x എന്ന് പറഞ്ഞാൽ 4 × 9/2 + K × y എന്ന് പറഞ്ഞാൽ 4 ആണ്. അതായത് 4K = എത്രയാണ്? 2 ആണ്. അപ്പോൾ സോൾവ് ചെയ്ത് എത്ര കിട്ടും? 2ഉം 4ഉം പോയാൽ 2, അതായത് 18 + 4K എന്ന് പറഞ്ഞാൽ 2 ആണ്. 4K എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2 - 18 എന്ന് പറഞ്ഞാൽ -16. K എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? -16/4 -4 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യുക? ഒന്നുമില്ല, ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന പോയിന്റ്സ് ആണ് ഇത് രണ്ടും. നേരത്തെ നമ്മൾ പോയിന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ പോയിന്റ് ഒന്ന് തന്നിട്ടുണ്ട്, അതെടുത്തുകൊണ്ട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇൻ്റർസെക്റ്റിംഗ് പറഞ്ഞു. ഞാൻ പറഞ്ഞു രണ്ട് ലൈന് ഇങ്ങനെ രണ്ട് ലൈന് ഒറ്റ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുള്ളൂ അല്ലേ? ഏതൊരു രണ്ട് ലൈൻ എടുത്താലും ഒരു പോയിന്റിലെ മാക്സിമം ഇൻ്റർസെക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള സംഭവമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇനി 2-3 കേസ് തരും. എന്താ?
ഇനി ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത ലൈൻസും ഉണ്ട്. ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത 2 ലൈനും ഉണ്ട് അല്ലേ? എല്ലാ ലൈനും അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യണമെന്നില്ല. ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത ലൈൻ എന്ന് പറഞ്ഞാൽ അത് പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പോൾ പാരലൽ ലൈൻസ് എന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞു പാരലൽ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ നോക്കുക, 2 ലൈൻസ് AX, ഇങ്ങനത്തെ 2 ലൈൻ ഉണ്ട്, അതിന് സിംഗിൾ സൊല്യൂഷനാണ്. എപ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സിംഗിൾ സൊല്യൂഷനാണ്. ഒറ്റ സൊല്യൂഷനാണ് എക്സിനും വൈക്കും ഒറ്റ പോയിൻ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നോക്കുക, ഈ 2 ലൈനും പാരലലാണെന്ന് വിചാരിക്കുക. 2 ലൈനും പാരലൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞു അതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല, കാരണം അത് എവിടെയെങ്കിലും ഇൻ്റർസെക്റ്റ് ചെയ്താലല്ലേ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പോൾ നോക്കുക, ഇങ്ങനത്തെ 2 ഇക്വേഷൻ ആണെങ്കിൽ, ഇങ്ങനത്തെ 2 ഇക്വേഷൻ ആണെങ്കിൽ പാരലൽ ആവാനുള്ള കണ്ടീഷൻ, ഇത് രണ്ടും പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. A1/A1ഉം A1/A2ഉം, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും വൈൻ്റെ കോഎഫിഷ്യൻറ്റും ഡിവൈഡ് ചെയ്യുക. അത് തന്നെ ആയിരിക്കും എന്ത്? ഈ ഫസ്റ്റത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും ഡിവൈഡ് ചെയ്യുക. അതേ റേഷ്യോ തന്നെ ആയിരിക്കും എന്ത്? ഫസ്റ്റത്തെ ഇക്വേഷനിലെ വൈൻ്റെ കോഎഫിഷ്യൻറ്റും രണ്ടാമത്തെ ഇക്വേഷനിലെ വൈൻ്റെ കോഎഫിഷ്യൻറ്റും. ഇങ്ങനെയാണെങ്കിൽ ഇത് പാരലൽ ആണെന്ന് അർത്ഥം. പക്ഷെ എന്താവാൻ പാടില്ല? C1/C2 ഇതിനോട് ഈക്വൽ ആവാനും പാടില്ല. ഓക്കെ, ഇതാണ് പാരലൽ ആയിട്ടുള്ള 2 ലൈൻസിൻ്റെ കണ്ടീഷൻ. അതുപോലെ തന്നെ മൂന്നാമതൊരു കണ്ടീഷൻ ഉണ്ട്, ആൻഡ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഇഫ് ബോത്ത് ആർ സെയിം ലൈൻ. ഇനിയിപ്പോൾ 2 ഇക്വേഷൻ രണ്ടും സെയിം ലൈൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ പോയിന്റിലും സാറ്റിസ്ഫൈ ആവും. അതിൻ്റെ അർത്ഥം ഒരുപാട് സൊല്യൂഷൻ, ആ ലൈൻ എത്ര ഉണ്ടോ അത്ര ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. അതിൻ്റെ കണ്ടീഷനാണെന്ത്? 2 ലൈൻ സെയിം ലൈനാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത്ര ചെയ്താൽ മതി. A1/A2, നേരത്തെ നമ്മൾ പറഞ്ഞു A1/A2ഉം B1/A2ഉം ഈക്വൽ ആണെങ്കിൽ അത് പാരലൽ ലൈൻസ് ആണ്. അതിൻ്റെ കൂടെ C1/C2ഉം കൂടെ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ 2 ലൈനും സെയിം ആണ്. അപ്പോൾ ഈ 3 കണ്ടീഷൻ ഓർത്ത് വെക്കുക. 2 ലൈനും പാരലൽ ആണെങ്കിൽ A1/A2ഉം B1/B2 ആയിരിക്കും ഈക്വൽ, C1/C2 ഈക്വൽ ആയിരിക്കില്ല. ഇനി 2 ലൈനും സെയിം ലൈൻ ആണെങ്കിൽ ഇതാ A1/E2, B1/B2, C1/C2. ചിലപ്പോൾ ക്വസ്റ്റനിൽ തരും 2 ലൈൻ വന്നിട്ട് അത് സെയിം ലൈനാണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് എയോ ബിയോ അങ്ങനെ എന്തെങ്കിലും കാണാനായിരിക്കും ചോദ്യം കേട്ടോ. അപ്പോൾ ഈ 3 കണ്ടീഷൻ ഓർത്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ വേറൊരു ചോദ്യമാണ്, 2 ലൈൻ തന്നിട്ട്, ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല പക്ഷേ ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അറിയുന്നുള്ള ആർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ള സാധനമാണ്, അറിഞ്ഞു വെക്കുക. 2 ലൈൻ തന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കാണാം. അപ്പോൾ നമുക്ക് ആംഗിൾ കാണാൻ 2 രീതിയിൽ കാണാം. ഒന്നെന്താണ്? ഒന്ന് നമുക്ക് ഈ 2 ലൈനിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട് വിചാരിക്കുക. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് M1ഉം ഒരു ലൈനിൻ്റെ സ്ലോപ്പ് M2 ആണെങ്കിൽ നമ്മളെങ്ങനെ കാണുക? ഇക്വേഷൻ തന്നിട്ടുണ്ട് M2 - M1 ഡിവൈഡഡ് ബൈ 1 + M1 M2. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു മോഡും കൊടുക്കുക കേട്ടോ. കാരണം നെഗറ്റീവും പോസിറ്റീവ് ആണെങ്കിലും ഈ മോഡ് കൊടുത്തതിൻ്റെ അർത്ഥം എന്താ? നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ എന്ത് വേണം? പോസിറ്റീവ് ആണ് എടുക്കാൻ കേട്ടോ. അപ്പോൾ ടാൻ തീറ്റൻ്റെ വാല്യൂ കിട്ടും, അതിന് എന്ത് ചെയ്യും? നമുക്ക് ആ ആംഗിൾ കാണാൻ പറ്റും. അപ്പോൾ ടാൻ തീറ്റ നമുക്ക് √3 എന്ന് കിട്ടിയാൽ തീറ്റ എന്തായിരിക്കും? 60 ആയിരിക്കും. അതായത് ആ 2 ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിൾ. 2 ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിൾ. 2 ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ആവാം ഈ ആംഗിളും ആവാം. പക്ഷേ നമുക്കിവിടെ കിട്ടുന്നത് ഈ ചെറിയ അക്യൂട്ട് ആംഗിൾ ആയിരിക്കും കേട്ടോ. ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ഇനി വലിയ ഒബ്റ്റ്യൂസ് ആംഗിൾ കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് രണ്ടും കൂട്ടിയ 180 കിട്ടും, 180 കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. 2 ചിലപ്പോൾ ചോദ്യത്തിൽ ഡയറക്റ്റ് ചോദ്യമായിരിക്കും. എപ്പോഴും SSC ചോദിക്കുന്നുണ്ടെങ്കിലൊക്കെ ഡയറക്റ്റ് ചോദ്യം ചോദിക്കാറുള്ളത് കോർഡിനേറ്റ് ജോമെട്രി. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, M1 തരും, M2 രണ്ടിൻ്റെ സ്ലോപ്പ് തരും, M2 - M1 ഡിവൈഡഡ് ബൈ 1 + M1 M2 ചെയ്താൽ മതി. ഇനി ചിലപ്പോൾ സ്ലോപ്പ് ഡയറക്റ്റ് തരില്ല, പക്ഷേ ഇങ്ങനെ തരും. AX1+, ഞാൻ പറഞ്ഞു 2 രീതിയിൽ ഇക്വേഷൻ എഴുതിക്കൂടെ. സ്ലോപ്പ് തരാം. ഈ ഇക്വേഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. AX1 + BY1 + C = 0, AX2 + BY2 + D = 0. ഇങ്ങനെ 2 ഇക്വേഷൻ ആയിട്ടാണ് തന്നതെങ്കിൽ നമുക്കതിൻ്റെ ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? B1A2 - A1B2 ഡിവൈഡഡ് ബൈ A1A2 + B1B2. ഈ ഇക്വേഷനും ഓർത്ത് വെക്കുക. അത് 2 ഇക്വേഷൻസ്, അതായത് സ്ലോപ്പ് അല്ലാതെ നമുക്ക് 2 ഇക്വേഷനാണ് തന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക കേട്ടോ. Find the angle between the lines y = 2x + 7, y + 3x - 4 = 2. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്താണ്? നമുക്കറിയാം ഒരു ഇക്വേഷൻ ഉണ്ട്, M2 - M1 ഡിവൈഡഡ് ബൈ 1 + M1 M2 ഇതിൻ്റെ മോഡ്. അപ്പോൾ നമുക്കിതിൻ്റെ സ്ലോപ്പ് അറിയില്ല അല്ലേ? സ്ലോപ്പ് അറിയില്ലെങ്കിൽ സ്ലോപ്പ് കാണാൻ ഏറ്റവും ഒരു സിമ്പിൾ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ y = mx + c എന്ന് പറഞ്ഞ ഫോമിൽ ആ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റിയാൽ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും എന്ത്? അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയേ, y = 2x + 7 ഈ ഫോമിലല്ലേ? y = mx + c. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് 2, ആ 2 ആണെന്ത്? ഇതിൻ്റെ സ്ലോപ്പ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി അതേപോലെ ഈ ലൈൻ ഈ ഇക്വേഷൻ നമുക്ക് ഈ ഫോമിൽ ഒന്ന് എഴുതാൻ പറ്റും. നോക്കി, വൈനെ മാത്രം സൈഡിൽ നിർത്തുക. വൈനെ മാത്രം സൈഡിൽ നിർത്തി എന്ത് വരും? y = -3x + 4. ഓക്കെ,
ഇവിടെ ഈ ഫോമിൽ y ഈക്വൽ ടു mx പ്ലസ് ഫോമിൽ നോക്കുമ്പോൾ ഇവിടെ m എന്ന് പറഞ്ഞാൽ എന്താ -3 ആണ്. അപ്പോൾ m1 3 ആണ്, m2 എന്ന് പറഞ്ഞാൽ -3 ആണ്. ഓക്കെ, അപ്പോൾ m1 ആയി m2 ആയി. ഈക്വേഷനിൽ ഇട്ട് കൊടുത്ത ആൻസർ ആവില്ലേ? നമുക്ക് കിട്ടാൻ പോകുന്നത് tan θ ആണ്. tan θ എന്ന് പറഞ്ഞാൽ m2 മൈനസ് m1, m2 എത്ര ഇവിടെ -3 -2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ -6. എത്ര കിട്ടും? ഇതിൻ്റെ മോഡ് എടുക്കണം. അപ്പോൾ -5 ബൈ -5, 5ഉം 5ഉം പോയി ബാക്കി 1. അപ്പോൾ tan θ എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ തീറ്റ നമുക്കറിയാം അല്ലേ? എപ്പോഴാണ് tan θ 1 ആവുക? തീറ്റ 45 ഡിഗ്രി ആകുമ്പോഴാണ്. ഈ രണ്ട് ലൈൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ആയിരിക്കും. ഇത് അക്യൂട്ട് ആംഗിൾ. ഇനി ഒബ്റ്റ്യൂസ് ആംഗിളാണ് കണ്ടതെങ്കിൽ 180 45 കുറച്ചാൽ മതി, 135 ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ തന്നാൽ അതിൻ്റെ ആംഗിൾ കാണാനും വളരെ സിമ്പിളാണ്. ഇനി നോക്കിയേ, ഇനി നമ്മൾ നേരത്തെ പഠിച്ചൊരു കണ്ടീഷൻ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. നമ്മൾ പറഞ്ഞു രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ a1/a2 = b1/b2 നോട്ട് ഈക്വൽ ടു c1/c2. ഇവിടെ അതുപോലത്തെ രണ്ട് ഇക്വേഷൻ നോക്കിയേ, 2x പ്ലസ് a പ്ലസ് 1y പ്ലസ് y അല്ല പ്ലസ് 5 = 0. അതുപോലെ തന്നെ 5x പ്ലസ് 3a മൈനസ് 1y മൈനസ് 12 = 0. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ വൈൻ്റെ കോഎഫിഷ്യൻ്റ് രണ്ട് സൈഡിൽ നമുക്ക് കംപ്ലീറ്റ് അല്ല, എ എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എ കാണണം, അതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. ഇത് രണ്ടും പാരലാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാല്യൂ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പാരലൽ ആണെങ്കിൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ഫസ്റ്റത്തേൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ഡിവൈഡഡ് ബൈ രണ്ടാമത്തേൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 5. ഈ റേഷ്യോ തന്നെ ആയിരിക്കും എന്ത്? ഫസ്റ്റത്തേൻ്റെ വൈൻ്റെ കോഎഫിഷ്യൻ്റ് a+1, രണ്ടാമത്തേൻ്റെ വൈൻ്റെ കോഎഫിഷ്യൻ്റ് 3a - 1. ഈ രണ്ട് റേഷ്യോ ഈക്വൽ ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോഴാണ് എന്താവുക? ഇത് രണ്ടും പാരലൽ ആവുക. സോൾവ് ചെയ്താൽ a കിട്ടൂലേ? ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും? ഇതൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 3a എത്രയാണ്? 6a -2 = ഇത് ക്രോസ് ചെയ്യുമ്പോൾ 5a പ്ലസ് 5. ഇനി ഒരു സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ കിട്ടും. ഈ 5 അപ്പുറം വരുമ്പോൾ 6a - 5a എന്ന് പറഞ്ഞാൽ a കിട്ടും, 2 അപ്പുറം പോകുമ്പോൾ 7 കിട്ടും. അപ്പോൾ എൻ്റെ വാല്യൂ എന്താ? 7. അപ്പോൾ അത് ഓർത്ത് വെക്കുക. രണ്ട് പാരലൽ ലൈൻ ആണെങ്കിൽ കണ്ടീഷൻ എന്താ? a1/a2 = b1/b2. a1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, a2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, y2 എന്ന് പറഞ്ഞാൽ b2 എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും വൈൻ്റെ കോഎഫിഷ്യൻ്റ് കേട്ടോ. അതുപോലെ തന്നെ സെയിം ഇതാ, ഇത് രണ്ടും പെർപെൻഡിക്കുലറാണ്. ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മളെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം പെർപെൻഡിക്കുലർ ആണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടിൻ്റെയും സ്ലോപ്പ് m1 ഇൻറ്റു m2 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. അപ്പോൾ ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എ കാണണം. എങ്ങനെ കാണുക? നമുക്ക് രണ്ടിൻ്റെയും സ്ലോപ്പ് വേണം അല്ലേ? സ്ലോപ്പ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? y = mx പ്ലസ് c എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റിയിട്ട് ആ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതാണെന്ത് ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഇവിടുത്തെ സ്ലോപ്പ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ എന്താ? മൈനസ് ഓഫ് ഇപ്പോൾ ax പ്ലസ് by പ്ലസ് c = 0. ഈ ഫോമിലാണ് ഇക്വേഷൻ തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആ സ്ലോപ്പ് കാണാൻ ഇക്വേഷൻ എന്താ? -a/b. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. അതായത് ഈ ടൈപ്പിലാണ് നമുക്ക് ഇക്വേഷൻ തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് -a/b, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഡിവൈഡഡ് ബൈ വൈൻ്റെ കോഎഫിഷ്യൻ്റ് പിന്നെ മൈനസ് വാല്യൂ കൊടുക്കുക. അതല്ല ഡയറക്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഫോമിലാണെങ്കിൽ ഒന്നും നോക്കണ്ട, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ്. അപ്പോൾ -a/b ആ കണ്ടീഷനിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു a എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. അപ്പോൾ ഇവിടെ -x കോഎഫിഷ്യൻ്റ് 4 പ്ലസ് a/b, b എന്ന് പറഞ്ഞാൽ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ബൈ 3. ഇതാണ് ഫസ്റ്റത്തേൻ്റെ സ്ലോപ്പ്. ഇനിയോ രണ്ടാമത്തേൻ്റെ സ്ലോപ്പ് എന്താ നോക്കിയേ? രണ്ടാമത്തേൻ്റെ സ്ലോപ്പ് കാരണം -a/b അല്ലേ? ഇവിടെ രണ്ടാമത്തേൻ്റെ സ്ലോപ്പ് -a എന്ന് പറഞ്ഞാൽ -5 ആണ്. ഓക്കെ, ഇനി b എന്ന് പറഞ്ഞാലോ? b എന്ന് പറഞ്ഞാൽ 7 - 2a അല്ലേ? 7 - 2a. ഓക്കെ, ഇതാണ് രണ്ടാമത്തേൻ്റെ സ്ലോപ്പ്. ഫസ്റ്റത്തേൻ്റെ സ്ലോപ്പ് -4 + a/3 വരും. രണ്ടാമത്തേത് -5/7 - 2a. ഇത് രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എന്താണ്? -1 ആണ് ക്വസ്റ്റ്യനിലുണ്ട്. ക്വസ്റ്റ്യനിലല്ല, നമ്മൾ കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതൊന്നും a കിട്ടും. ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. ഈ മൈനസും പോയി, ബാക്കിയൊന്ന് കട്ട് ചെയ്ത് അല്ല ബാക്കിയൊന്ന് ചെയ്ത് നോക്കിയേ. ഈ സൈഡിൽ എന്ത് കിട്ടും? 5 - 20 -5a. മറ്റേത് റൈറ്റ് സൈഡിലോട്ട് പോയാൽ 3 × 7 21 - 14a. ഇത് അങ്ങോട്ടും കൂടെ അറേഞ്ച് ചെയ്ത് നോക്കിയേ. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ -14a ഇങ്ങോട്ട് വരുമ്പോൾ 9a വരും. അതായത് 14a -5 എന്ന് പറഞ്ഞാൽ 9a. അതുപോലെ തന്നെ ഈ 20 അങ്ങോട്ട് പോകുമ്പോൾ 21
മൈനസ് മൈനസ് പ്ലസ് 20 അല്ലേ 41. എ എന്ന് പറഞ്ഞാൽ എത്ര 41/9. ഓക്കെ, ഈ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. കൺസെപ്റ്റ് എന്താണ്, ഇത് റെഡിയാണ്. രണ്ടിൻ്റെ സ്ലോപ്പ് കാണുക, സ്ലോപ്പിൻ്റെ പ്രൊഡക്റ്റ് എന്താണ് -1. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ഒരു പോയിന്റും ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനായിരിക്കും ചോദ്യം. അതായത് ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ടാവും, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് പലതും ഉണ്ടാവും. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും, ഇങ്ങോട്ട് എടുത്ത ഡിസ്റ്റൻസ് ആയിരിക്കും. പക്ഷേ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് കേട്ടോ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അതായിരിക്കും എന്ത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു പോയിന്റ് വന്നിട്ടുണ്ട് x1 y1 എന്ന് പറഞ്ഞൊരു പോയിന്റ്. അതുപോലെ തന്നെ ax + by + c = 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡിസ്റ്റൻസ് കാണാൻ ഈ ഷോർട്ട് കട്ട് ഉണ്ട്, ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. d എന്ന് പറഞ്ഞാൽ ax1 + by1 + c / √a² + b². ഈ ഒരു ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെ കാണാം, ഓക്കെ, ഈ ഇക്വേഷൻ താഴെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യത്തിൽ നിന്ന് പറഞ്ഞേ, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ അറിയാം ax1 + by1 + c. അതിൻ്റെ മോഡാണ് കേട്ടോ, അത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ പ്ലസ് എടുക്കണം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, എ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എത്രയാണ് 3 ആണ് അല്ലേ, ഇൻറ്റു x1. x1 അല്ലേ, x1 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്, ഈ എക്സ് കോർഡിനേറ്റ് ആണ് x1 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ 4 ആണ്, ഇൻറ്റു y1 എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് 3 പ്ലസ് സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, എത്ര 7. അപ്പോൾ ഇത് ഓൾറെഡി പോസിറ്റീവ് ആയതുകൊണ്ട് ഇനി മോഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി പോസിറ്റീവ് ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ √a² + b². അതായത് എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ കൊണ്ട് ആഡ് ചെയ്യുക കേട്ടോ. √3² + 4². എത്ര കിട്ടും, മുകളിൽ 6 12 7, എത്ര 12 6 18 25. 25 ഡിവൈഡഡ് ബൈ √25 നമുക്കറിയാം 5 ആണ്. ഡിസ്റ്റൻസ് എത്ര 5 ആണ്. അപ്പോൾ ഈ പോയിന്റും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ലൈൻ ഫ്രം ദ ഒറിജിൻ. അതായത് ഇങ്ങനെ ഒരു എക്സ് കോർഡിനേറ്റും ഒരു വൈ കോർഡിനേറ്റും ഉണ്ട്. ഇനി ഒരു ലൈൻ പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ ലൈൻ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ചോദ്യം. ഓക്കെ, നേരത്തെ നമുക്കൊരു പോയിന്റ് തരും, ആ പോയിന്റിന് പകരം ഇവിടെ ഒറിജിൻ ആയി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക എങ്ങനെ ഇത് ചെയ്യാം. ഒറിജിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ആണ് d = c /√a² + b². ഓക്കെ, അതായത് നമുക്കറിയാം ഇക്വേഷൻ ഓർത്ത് വെക്കാം കേട്ടോ, വേറെ ഒന്നും വേണ്ട. എങ്ങനെയാണ് വന്ന് ഏതൊന്നും പഠിക്കാൻ നിൽക്കേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, d ആ ഡിസ്റ്റൻസ്, അതായത് ഒരു ഒറിജിനും ഈ ലൈനും തമ്മിലുള്ള ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്നുണ്ടെങ്കിൽ c /√a² + b². അപ്പോൾ ഇതാ താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, നോക്കിയേ. ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ലൈൻ 4x + 3y + 10 = 0 ഫ്രം ദ ഒറിജിൻ. അത് കാണാൻ എന്ത് ചെയ്താൽ മതി, സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഇക്വേഷനിലെ കോൺസ്റ്റൻറ്റ് ഏതാ 10 ഡിവൈഡഡ് ബൈ √a² + b². എ എന്ന് പറഞ്ഞാൽ എക്സ് കോഎഫിഷ്യൻറ്റ്, ബി എന്ന് പറഞ്ഞാൽ വൈ കോഎഫിഷ്യൻറ്റ്. എത്രയാണ് √4² + 3² എത്രയാണ് 16 + 9. അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ √25 5 = 2. ഇതാണ് ഒറിജിന് ആ ഒരു ലൈനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത് വേറെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ്. ഇനി 2 ലൈൻ തന്നിട്ടുണ്ട്, ഇങ്ങനെ 2 പാരലൽ ലൈൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അത് കാണാനുള്ള ഇക്വേഷൻ. അതായത് 2 ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, നമ്മോട് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇതാ ഇക്വേഷൻ എന്താ, √c1 - c2 ഡിവൈഡഡ് ബൈ √a² + b². c1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഇക്വേഷൻ്റെ കോൺസ്റ്റൻറ്റ്, c2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷൻ്റെ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, ഡിവൈഡഡ് ബൈ √a² + b². ഇനി അതല്ല 2 ഇക്വേഷൻ ഇങ്ങനെ തന്നിട്ടുള്ളത് വിചാരിക്കുക, y = mx+. ഞാൻ പറഞ്ഞില്ലേ ഫോം ഈ രീതിയിലും എഴുതാം, ഈ രീതിയിലും എഴുതാം ഒരു ഇക്വേഷൻ. അതിൽ ഈ രീതിയിലാണ് തന്നിട്ടില്ലേ, y = mx + c എന്ന ഫോമില തന്നിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് c1 - c2 ഡിവൈഡ് ബൈ 1 + m². കാരണം രണ്ടിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ, 2 പാരലൽ ലൈൻസിൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് 1 + m², ആ 2 ലൈനിൻ്റെ സ്ലോപ്പ് കൊണ്ട് ചെയ്യാം.
ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇങ്ങനെയാണ് ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ റൂട്ട് ഓഫ് മോഡ് ഓഫ് C1 മൈനസ് C2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഇനി അതല്ല y ഈക്വൽ ടു mx പ്ലസ് v എന്ന ഫോമുല രണ്ട് ഇക്വേഷൻ തന്നിട്ടില്ലെങ്കിൽ C1 മൈനസ് C2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് m സ്ക്വയർ. കേട്ടോ? ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് 5x മൈനസ് 12y മൈനസ് 2 ഈക്വൽ ടു 0, 5x മൈനസ് 12y പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ എന്താ? ഇക്വേഷൻ നമ്മൾ പറഞ്ഞു C1 മൈനസ് C2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഇത് പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ C1 എന്ന് പറഞ്ഞാൽ എന്താ? -2 ആണ്. C2 എന്ന് പറഞ്ഞാൽ എന്താ? +3 ആണ് അല്ലേ? അപ്പോൾ C1 മൈനസ് C2, C1 എന്ന് പറഞ്ഞാൽ -2 ആണ്, C3 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇത് രണ്ടിൻ്റെയും മോഡ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എത്രയായിരുന്നു? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഇവിടെ എയും ബിയും രണ്ടിലും സെയിം ആയിരിക്കും, കാരണം പാരലൈൻസ് അല്ലേ. പാരലൈൻസ് ആണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 5 ആണ്. B എന്ന് പറഞ്ഞാൽ എത്ര? -12 ആണ്. അപ്പോൾ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144. ഇതിൻ്റെ റൂട്ട് എത്രയാണ്? മുകളിൽ എന്ത് കിട്ടും? 5 കിട്ടും. താഴെ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 169 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 13 ആണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് ലൈനിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ രണ്ട് ലൈനിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/13 യൂണിറ്റ് ആണ്. ഓക്കെ. ഇനി അടുത്ത് റിഫ്ലക്ഷൻ ഓഫ് എ പോയിന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടുള്ളത്, അധികം കോർഡിനേറ്റ് ജോമെട്രി ചോദിക്കാറുള്ളത് റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റിഫ്ലക്ഷൻ കാണാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതായത് റിഫ്ലക്ഷൻ മെയിനായിട്ട് ചോദിക്കുക ഒന്നെങ്കിൽ എക്സ് ആക്സിസ് എന്നുള്ള ഡിഫറൻസ് അല്ല റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ വൈ ആക്സിസ് എന്നുള്ള റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ എക്സിനും വൈക്കും പാരലായിട്ട് പോകുന്ന വേറൊരു ലൈനിൻ്റെ റിഫ്ലക്ഷൻ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ മെയിനായിട്ട് ചോദിക്കുന്നതാണ് ഇതാ, റിഫ്ലക്ഷൻ ഓഫ് എ പോയിന്റ് x1 y1 എബോവ് ടു എക്സ് ആക്സിസ്. അതായത് എക്സ് ആക്സിസ് എന്നുള്ള റിഫ്ലക്ഷൻ ആണെങ്കിൽ കാണേണ്ടതെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ ഇങ്ങനൊരു ലൈൻ ഉണ്ട്, അതിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിന് നേരെ മിറർ ഇമേജ് ആയിട്ട് വരുന്ന മിററായിട്ട് വരുന്ന ഇവിടെ പോയിന്റ്. എക്സ് ആക്സിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ടും വരും, ഇങ്ങോട്ട് താഴോട്ടും വരും. അങ്ങനെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, അതിനാണ് റിഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇനി എക്സ് ആക്സിൻ്റെ റിഫ്ലക്ഷൻ എത്രയെന്ന് ചോദിച്ചാൽ ഇവിടെ x1 y1 പോയിന്റ് ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ എക്സ് ആക്സിന് താഴെയാണ് ആ റിഫ്ലക്ഷൻ വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പാരലായിട്ട് വരച്ചാൽ അതിൽ എന്ത് മാറില്ല? എക്സ് കോർഡിനേറ്റ് മാറില്ല, വൈ കോർഡിനേറ്റ് മാറുള്ളൂ. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ വൈ കോർഡിനേറ്റ് മാറും. അപ്പോൾ എക്സ് ആക്സിനുള്ള റിഫ്ലക്ഷനാണ് ചോദിച്ചതെങ്കിൽ x1 y1 തന്നിട്ടുണ്ടെങ്കിൽ നേരെ എക്സ് കോർഡിനേറ്റ് മാറില്ല, x1 തന്നെയാണ്. വൈ കോർഡിനേറ്റ് എന്താവും? നേരെ താഴോട്ട് വരുമ്പോൾ അത് നെഗറ്റീവ് മാറും. നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഷോർട്ട് കട്ടാണ് ഇതാ. x1 y1 എന്നാണ് പോയിന്റ് തന്നിട്ടുണ്ട്. നിങ്ങളോട് എക്സ് ആക്സിസ് എന്നുള്ള റിഫ്ലക്ഷനാണ് കാണാൻ പറഞ്ഞതെങ്കിൽ എന്ത് മാറില്ല? എക്സ് കോർഡിനേറ്റ് മാറില്ല, വൈ കോർഡിനേറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് കൊടുക്കുക. സിമിലർലി ഇനി വൈ ആക്സിസ് എന്നുള്ള റിഫ്ലക്ഷൻ, ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, ഇതിന് വൈ ആക്സിസ് എന്നുള്ള റിഫ്ലക്ഷൻ ആണ് കാണുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു ഇതാ ഈ കാണുന്ന ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, അതാണ് ഈ കാണുന്ന പോയിന്റിൻ്റെ വൈ ആക്സിസിലുള്ള റിഫ്ലക്ഷൻ. അപ്പോൾ നോക്കിയാൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അവിടെ വൈ കോർഡിനേറ്റ് മാറുമോ? ഇല്ല, കാരണം വൈ കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? ഇങ്ങനെ ഒരു പാരലൽ ലൈൻ ആണെങ്കിൽ വൈ കോർഡിനേറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് മാറില്ല. ഇവിടെ y1 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? y1 ആയിരിക്കും. പക്ഷേ എക്സ് എന്താവും? സൈന് നേരെ ഓപ്പോസിറ്റ് ആവും. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? അടുത്തത് റിഫ്ലക്ഷൻ ഓഫ് എ പോയിന്റ് x1 y1 എബൌട്ട് y ഈക്വൽ ടു എക്സ്. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്, അതൊരു ലൈൻ്റെ ഇക്വേഷനാണ്. ആ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ ഇങ്ങനെ ആയിരിക്കും വരിക കേട്ടോ. അതായത് ഇങ്ങനെയാണ് കോർഡിനേറ്റ് ആക്സിസ് എങ്കിൽ ഇതാ ഇതിന് രണ്ടിൻ്റെ നടുക്കൂടെ ഈക്വലായിട്ട് 45 ഡിഗ്രി സ്ലോപ്പിൽ ഒറിജിനിലൂടെ കടന്നു പോകുന്ന ഇതിനാണ് എന്ത് പറയുക? y ഈക്വൽ ടു എക്സ്. അതായത് എക്സും വൈയും കോർഡിനേറ്റ് എല്ലാവരും സെയിം ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് സെയിം ആയിട്ടുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പോവുക. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, നമുക്കൊരു പോയിന്റ് തന്നിട്ട് ഈ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ പോയിന്റിന് റിഫ്ലക്ഷൻ, അത് ഉദാഹരണത്തിന് ഇവിടെയാണ് ആ പോയിന്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ലൈനിൻ്റെ റിഫ്ലക്ഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടുന്ന് കറക്റ്റ് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ടും വന്നാൽ കിട്ടുന്ന പോയിന്റ് ആണെന്ന് പറയുക അതിൻ്റെ റിഫ്ലക്ഷൻ. അപ്പോൾ ആ റിഫ്ലക്ഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? x1 y1 ആണ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നേരെ അത് തലതിരിച്ചിടുക, y1 x1 അതായിരിക്കും റിഫ്ലക്ഷൻ. ഉദാഹരണത്തിന് 3, 4 എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ റിഫ്ലക്ഷൻ, ആ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ റിഫ്ലക്ഷൻ ആണ് കാണുന്നതെങ്കിൽ 3, 4ൻ്റെ റിഫ്ലക്ഷൻ എന്തായിരിക്കും? 4, 3 നേരെ തിരിച്ചിടുക കേട്ടോ. അതൊക്കെ ഷോർട്ട് കട്ടാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് ഇതുപോലെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്താണെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ പോയിന്റിലാണെങ്കിൽ നേരെ പോയിന്റ് ഇത് എന്ത് ചെയ്യുക? തിരിച്ചിടുക. ഓക്കെ, ഇനി നേരെ തിരിച്ചിടുക.
y ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞ ലൈൻ, ആ ലൈൻ ഏതായിരിക്കും അതും ഞാൻ വരച്ചു തരാം. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവുക അല്ലേ. ഇനി y ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിലോ ആ ലൈൻ എങ്ങനെയായിരിക്കും, ഇതാ ഇങ്ങനെയാണ് കോർഡിനേറ്റ് ആക്സിസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ലൈൻ പോകുന്നത് എങ്ങനെയായിരിക്കും, ഇതാണ് y ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞ ലൈൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഉദാഹരണത്തിന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് വിചാരിക്കുക. നമുക്കറിയാം അതിൻ്റെ റിഫ്ലക്ഷൻ എന്ത് വരും, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ഡിസ്റ്റൻസ് വരും, അതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കാണുന്നതാണെന്ത് അതിൻ്റെ റിഫ്ലക്ഷൻ. അപ്പോൾ ആ റിഫ്ലക്ഷൻ കാണാൻ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ടതാ. x1 y1 ആണ് പോയിന്റ് എങ്കിൽ നേരെ അതിൻ്റെ വാല്യൂ തിരിച്ചിടുകയും വേണം, സൈനും മാറ്റണം. ഇവിടെ സൈൻ മാറ്റണ്ട കേട്ടോ. x1 y1 ആണെങ്കിൽ y1 x1 കിട്ടിയ വാല്യൂ നേരെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സൈന് മാറ്റണം. x1 y1 ആണെങ്കിൽ വാല്യൂ തിരിച്ചിടണം, y1 x1 ആക്കണം, അതിന് പുറമെ സൈന് മാറ്റണം. ഉദാഹരണത്തിന് 4 3 ഇതിൻ്റെ റിഫ്ലക്ഷനാണ് കാണേണ്ടത്. ഏത് ഈ y ഈക്വൽ ടു മൈനസ് എക്സ് എന്ന പോയിന്റിൽ റിഫ്ലക്ഷനാണ് കാണേണ്ടത്. ആദ്യം പോയിന്റ് തിരിച്ചിടുക, 3ഉം 4ഉം, എന്നിട്ട് മൈനസും കൊടുക്കുക. ഇനി മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. ഇനി 1 പ്ലസ് 1 മൈനസ് ആണെങ്കിൽ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ആക്കുക കേട്ടോ. ഉദാഹരണത്തിന് -2 3 എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ റിഫ്ലക്ഷനാണ് നമുക്ക് ഈ y ഈക്വൽ ടു മൈനസ് എക്സ് എന്ന ലൈനിൽ കാണേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നേരെ തിരിച്ചിടുക. ഏതാ 3ഉം -2 ആക്കുക, എന്നിട്ട് അതിൻ്റെ സൈന് മാറ്റുക. മൈനസുള്ള പ്ലസ് ആവും, ഇവിടെ മൈനസ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റിഫ്ലക്ഷൻ കാണാം. ഇനി വേറെ എന്താണ്, റിഫ്ലക്ഷൻ ഓഫ് എ പോയിന്റ് x1 y1 എബൌട്ട് ഒറിജിൻ. ഒറിജിനിൽ കാണാൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നേരെ ഈ സെയിം വാല്യൂ തന്നെ ആയിരിക്കും. ഒറിജിനിലുള്ള റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം വാല്യൂ. x1 y1 ആണെങ്കിൽ ഇവിടെയും x1 y1 ആണ് വരിക, പക്ഷേ വാല്യൂ എന്ത് ചെയ്യണം, മാറ്റണം. മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കണം, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കണം. അതായത് ഇവിടെ ഒരു 3 4 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, അതിൻ്റെ ഈ ഒറിജിൻ എന്നുള്ള റിഫ്ലക്ഷനാണ് കാണുന്നതെങ്കിൽ ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ഇവിടെയും 3 4 വരും, പക്ഷേ നെഗറ്റീവ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു 5 കാര്യം ജസ്റ്റ് ഓർത്ത് വെക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യം, ഈ താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, ആ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. റിഫ്ലക്ഷൻ ആണ് ചോദ്യം. എന്താ, ഫൈൻഡ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റ്സ് 1 4 -6 2 -5 -6 ആൻഡ് 4 3 ഇൻ ബോത്ത് ദ y ആക്സിസ് ആൻഡ് x ആക്സിസ്. ഈ എല്ലാ പോയിന്റും നമുക്ക് എന്ത് ചെയ്യാം, x ആക്സിലും y ആക്സിലും ഇതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടു നോക്കാം. ഫസ്റ്റ് പോയിന്റ് 1 4, അതിൽ x ആക്സിലുള്ള റിഫ്ലക്ഷൻ കാണണമെന്ന് വിചാരിക്കുക. നമ്മളെന്താ പഠിച്ചത്, x ആക്സിലുള്ള റിഫ്ലക്ഷൻ ആണെങ്കിൽ x കോർഡിനേറ്റ് മാറില്ല. അപ്പോൾ ഈ 1 4ൻ്റെ x ആക്സിലുള്ള റിഫ്ലക്ഷൻ കാണണമെങ്കിൽ 1 സെയിം ആണ്, അടുത്ത 4ഉം സെയിം ആണ്, പക്ഷേ 4ൻ്റെ സൈൻ മാറും അല്ലേ. അപ്പോൾ x ആക്സിലുള്ള റിഫ്ലക്ഷൻ കിട്ടി 1 4. ഇനി y ആക്സിലുള്ള റിഫ്ലക്ഷൻ കാണണമെന്ന് വിചാരിക്കുക. y ആക്സിലുള്ള റിഫ്ലക്ഷൻ ആണ് കാണണമെങ്കിൽ y കോർഡിനേറ്റ് മാറില്ല. 1 4ൻ്റെ 4 അവിടെ സെയിം ആയിരിക്കും, 1 എന്താവും -1 ആവും. കിട്ടിയില്ലേ. ഇതുപോലെ എല്ലാം ചെയ്തേ. രണ്ടെണ്ണം കൂടെ ഞാൻ ചെയ്യും, ലാസ്റ്റുള്ളത് നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് -6 2. -6 2ൻ്റെ x ആക്സിലുള്ള റിഫ്ലക്ഷൻ എന്താ, x ആക്സിലുള്ള റിഫ്ലക്ഷൻ ആണെങ്കിൽ x കോർഡിനേറ്റ് മാറില്ല, -6 തന്നെ ആയിരിക്കും, പക്ഷേ y കോർഡിനേറ്റ് 2 ഉള്ളത് -2 ആവും. ഇനി y ആക്സിലുള്ള റിഫ്ലക്ഷൻ ആണ് കാണുന്നതെങ്കിൽ y കോർഡിനേറ്റ് മാറില്ല, x കോർഡിനേറ്റ് എന്താവും, -6 ഉള്ളത് +6 ആവും. സിമ്പിൾ അല്ലേ. അതുപോലെ -5 -6. -5 -6ൻ്റെ റിഫ്ലക്ഷൻ കാണാൻ പോവുകയാണ് എവിടെ, x ആക്സിസിലാണെങ്കിൽ x കോർഡിനേറ്റ് മാറില്ല, -5. y കോർഡിനേറ്റോ -6 ഉള്ളത് 6 ആവും. ഇനി y ആക്സിലാണ് കാണുന്നതെങ്കിലോ -6 മാറില്ല, പക്ഷേ -5 ഉള്ളത് 5 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 4ാമതൊരു പോയിന്റും കൂടിയുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് റിഫ്ലക്ഷൻ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കാണാൻ പറ്റും. പക്ഷേ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി സംഭവം റിഫ്ലക്ഷൻ ഇതാണ്. നേരത്തെ പറഞ്ഞതിനേക്കാളും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, റിഫ്ലക്ഷൻ ഓഫ് പോയിന്റ്സ് ഇൻ ദ ലൈൻ y ഈക്വൽ ടു a ആൻഡ് y ഈക്വൽ ടു b. ഇതാ ഇങ്ങനൊരു x ആക്സിസും ഇങ്ങനൊരു y ആക്സിസും ഉണ്ടെന്ന് വിചാരിക്കാം. x ഈക്വൽ ടു a എന്ന് പറഞ്ഞ ഒരു ലൈൻ എങ്ങനെയായിരിക്കും, x ഈക്വൽ ടു a എന്ന് പറഞ്ഞ ലൈനിൽ എന്തായിരിക്കും, y കോർഡിനേറ്റ് 0 ആയിരിക്കും. നോക്കിയേ, സോറി, y കോർഡിനേറ്റ് 0 അല്ല, x ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ ഇതാ x ഈക്വൽ ടു എക്സിൽ നിന്നും വൈയിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് x എന്ന് പറഞ്ഞ പോയിന്റ്, a എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന ഈ ലൈനാണെന്ത്, x ഈക്വൽ ടു a എന്ന് പറയുന്നത്. ഇനി y ഈക്വൽ ടു b എന്ന് പറഞ്ഞാൽ x ആക്സിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസ് കടന്നിട്ടുള്ള ഒരു പോയിന്റ്, അതാണെന്ത് y ഈക്വൽ ടു b എന്ന് പറഞ്ഞാൽ. ഇനി ചോദ്യം എങ്ങനെയായിരിക്കും, ഒരു ലൈൻ തന്നിട്ട് ഈ ലൈനിൽ നിന്നുള്ള റിഫ്ലക്ഷൻ, ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് x ആക്സിലുള്ള റിഫ്ലക്ഷൻ അല്ലെങ്കിൽ y ആക്സിലുള്ള റിഫ്ലക്ഷൻ. ഇനി ഇങ്ങനത്തെ ഒരു ലൈനിൽ നിന്നുള്ള റിഫ്ലക്ഷനാണ് ചോദ്യം. അപ്പോൾ റിഫ്ലക്ഷൻ കാണാൻ നമുക്കറിയാം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതാ x ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇക്വേഷനാണ്, അല്ല ഈ കാണുന്ന ലൈനാണ് x ഈക്വൽ ടു a. ഇതോ y ഈക്വൽ ടു b എന്ന് പറഞ്ഞ ലൈനാണ്. ഈ രണ്ടിനുള്ള റിഫ്ലക്ഷൻ കാണാനുള്ള ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തരാണ്. ഇതാ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക.
ഈ പോയിന്റിൻ്റെ എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ലൈൻ എന്നുള്ള റിഫ്ലക്ഷൻ നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഡിസ്റ്റൻസ് അതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിനാ റിഫ്ലക്ഷൻ എന്ന് പറയാം. ഇവിടെ എന്ത് മാറില്ല, വൈ കോർഡിനേറ്റ് മാറില്ല. ഇതൊരു പാരലൽ ലൈൻ ആയതുകൊണ്ട് തന്നെ വൈ കോർഡിനേറ്റ് മാറില്ല. അതുപോലെ തന്നെ നമ്മൾ എക്സിൻ്റെ ഈ ഡിസ്റ്റൻസ്, അതായത് ഈ മൊത്തം ഡിസ്റ്റൻസ് നിന്ന് ഇത്ര കുറച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ടൊന്ന് കുറച്ച് നോക്കുക, അതായിരിക്കും എന്ത് ഇതിൻ്റെ റിഫ്ലക്ഷൻ. വൈ കോർഡിനേറ്റ് മാറില്ല, വൈ കോർഡിനേറ്റ് ഇവിടെ ഉള്ള അതേ വൈ കോർഡിനേറ്റ് ആയിരിക്കും. എക്സ് കോർഡിനേറ്റിന് മാത്രമേ ചേഞ്ച് വരുള്ളൂ. എക്സ് കോർഡിനേറ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കാണുക, അതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ടും നോക്കുക, അതിൽ നിന്ന് കുറച്ചാൽ മതി. അതുപോലെ തന്നെയാണ് വൈ ഈക്വൽ ടു ബി എന്ന് പറയുന്നത്. ഈ ലൈനിൻ്റെ പാരലായിട്ട് റിഫ്ലക്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൻ്റെ റിഫ്ലക്ഷനാണ് കാണുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് താഴോട്ടും എടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ റിഫ്ലക്ഷൻ. അതായത് ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും സെയിം ആണ്. ഇവിടെ എന്ത് മാറില്ല, എക്സ് കോർഡിനേറ്റ് മാറില്ല. കാരണം ഇത് എക്സിന് പാരലായിട്ടുള്ള അല്ല, എക്സിന് പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ. അപ്പോൾ എന്തില്ല, എക്സ് കോർഡിനേറ്റ് മാറില്ല, വൈ കോർഡിനേറ്റ് മാത്രമേ മാറുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ ഈ ചോദ്യത്തിൻ്റെ സൊല്യൂഷനായിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്ക്, ഓക്കെ ഇതാ ഓക്കെ. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം, എക്സ് ഈക്വൽ ടു 3 അല്ലേ. എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ ഈ ലൈൻ, ഈ ലൈനാണ്. അതുപോലെ തന്നെ ചോദ്യം എന്താണ്, ഫൈൻഡ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റ്. 6, 3 എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ പോകണം. ആദ്യം എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ലൈനിൽ, എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ലൈനിൻ്റെ അർത്ഥം എന്താ, ഈ 3 എന്ന് പറഞ്ഞ സംഭവം എന്താ, എക്സിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 3 എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതിൻ്റെ റിഫ്ലക്ഷൻ കാണണമെങ്കിൽ എക്സ് ഈക്വൽ ടു 3ലാണ് കാണേണ്ടതെങ്കിൽ ഏത് പോയിന്റ് മാറില്ല. ഓക്കെ, റിഫ്ലക്ഷൻ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 6, 3 എന്ന് പറഞ്ഞ പോയിന്റ് ആണല്ലേ. അപ്പോൾ 6, 3 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ വരിക, ഒരു ഇവിടെ ആയിട്ടാണ് വരിക. ഒരു 6, 3 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആയിട്ട് വരിക. എക്സ് കോർഡിനേറ്റ് 6ഉം വൈയിൽ 3ഉം ഇവിടെ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇവിടെ ആയിട്ട് വരും. ഇവിടെയാണോ നമുക്കറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും എന്ത് മാറില്ല, അവിടെ വൈ കോർഡിനേറ്റ് മാറില്ല. കാരണം ഇവിടെയാണെങ്കിൽ വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ ഈ നമ്മുടെ ആൻസറിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണ്, 3 ആണ്. ഇനി എക്സ് കോർഡിനേറ്റ് കാണണം. എക്സ് കോർഡിനേറ്റ് കാണണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ആദ്യം ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് കാണണം. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, നമുക്കറിയാം. ഇവിടുന്ന് ഇവിടെ വരെയല്ല, അത് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്രയാണ്, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണല്ലേ. എക്സ് കോർഡിനേറ്റുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് 3 ആണ്. അപ്പോൾ ഇത് മൊത്തം 6 ആണ്. ഇവിടുന്ന് ഇവിടെ വരെ 3 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, അത് 3 ആണ്. അപ്പോൾ ഇവിടുന്ന് ഈ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോൾ റിഫ്ലക്ഷൻ കാണണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, അത് ഓൾറെഡി ഇവിടെ 3 എന്ന് പറഞ്ഞ സ്ഥാനത്തിലാണ് കിടക്കുന്നത്. അവിടുന്ന് ഒരു 3 കൂടെ കുറച്ചാൽ കറക്റ്റ് 0 ആയിട്ട് വരും. അതായത് എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും, അവിടെ 0 ആയിരിക്കും. അപ്പോൾ 0, 3 എന്ന് പറഞ്ഞ പോയിൻ്റാണ് ഇതിൻ്റെ റിഫ്ലക്ഷൻ. ഓക്കെ, അതായത് ഷോർട്ട് കട്ടായിട്ട് പറയുകയാണെങ്കിൽ ഈ 6ൽ നിന്നും ഈ 3 കുറയ്ക്കുക, അതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. വീണ്ടും ഈ 3ൽ നിന്ന് എന്ത് ചെയ്യുക, വീണ്ടും 3 കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്നതാണ് എക്സ് കോർഡിനേറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഈക്വൽ ടു -4 എന്ന് പറഞ്ഞ ലൈനിൽ നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ ഒന്ന് നോക്കാം കേട്ടോ. എക്സ് ഈക്വൽ ടു -4 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, എക്സ് നെഗറ്റീവിൽ വരും അല്ലേ. എക്സ് നെഗറ്റീവ് വാല്യൂ വരും, നെഗറ്റീവ് അല്ല ഈ സൈഡിൽ വരും. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ആ സൈഡിൽ വരും, നെഗറ്റീവ് ആണെങ്കിൽ ഈ സൈഡിൽ. ഇതാ എക്സ് ഈക്വൽ ടു -4 എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഇങ്ങനെ ആയിട്ട് വരും. ഇതാണ് എക്സ് ഈക്വൽ ടു -4 എന്ന് പറഞ്ഞ സാധനം. ഇതിൻ്റെ റിഫ്ലക്ഷൻ ഈ 6, 3 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ റിഫ്ലക്ഷൻ കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം വൈ കോർഡിനേറ്റ് മാറില്ല, 3 ആണ്. കാരണം ഇവിടെ 3 ആണെങ്കിൽ അത് എവിടെ ഏത് എക്സ് ഈക്വൽ ടു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ വൈ കോർഡിനേറ്റ് മാറില്ല, എക്സ് കോർഡിനേറ്റ് മാറില്ല. എക്സ് കോർഡിനേറ്റ് എങ്ങനെ മാറണം, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കാണണം വേണ്ടേ. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടിട്ട് അതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വരുമ്പോഴാണ് അതിന് റിഫ്ലക്ഷൻ എന്ന് വരിക. ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ആ പോയിന്റ് വരിക, അതിനാണ് റിഫ്ലക്ഷൻ എന്ന് വരിക. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കാണണം. അതെങ്ങനെ കാണാം, എക്സ് ഈക്വൽ ടു -4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എന്താണ്, 4 ആണ്. കാരണം ഇവിടുന്ന് ഇവിടെ എക്സ് ഇങ്ങോട്ട് ഒരു ഡിസ്റ്റൻസ് നെഗറ്റീവായി എന്നുള്ളത് 4 ആണ്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 6 ആണ്. അപ്പോൾ ടോട്ടൽ ഈ ഡിസ്റ്റൻസ് 10 ആണ്. അപ്പോൾ അതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ടും വരണം അല്ലേ. അപ്പോൾ -4 ഒരു 10 കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും, -14 കിട്ടും. അപ്പോൾ -14, 3 ആണെന്ത് ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. എപ്പോൾ ഏതിൽ, എക്സ് ഈക്വൽ ടു -4 എന്ന് പറഞ്ഞാൽ ഗ്രാഫിൽ. ഇനി ഞാൻ y ഈക്വൽ ടു 2 ഞാൻ ചെയ്യാം, y ഈക്വൽ ടു -5 നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് മാറ്റി വരക്കാം, ആ കൺഫ്യൂഷൻ കേട്ടോ. ഇനി മൂന്നാമത്തെ y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ലൈനിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ പോവുകയാണ്. വൈ കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ്. y ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ എവിടെ വരിക, y ഈക്വൽ ടു 2 അല്ലേ. y ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരിക. y ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ ഇതാ ഇങ്ങനെ പോകും. ഇതാണ് y ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ.
അപ്പോൾ ഇനി നമുക്ക് 6, 3 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, അതിന് ഇതിൻ്റെ റിഫ്ലക്ഷനാണ് കാണേണ്ടത്. 6, 3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വരും, താഴെ വരുമോ? ഈ y = 2 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് y കോർഡിനേറ്റ് 3 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മുകളിലാണ് വരിക. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 6, 3 ആണ്. ഇതിൻ്റെ റിഫ്ലക്ഷൻ കാണണമെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കാണണം, ആ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് കണ്ടിട്ട് ഇവിടെ ആയിരിക്കും അതിൻ്റെ റിഫ്ലക്ഷൻ വരുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ കാണാൻ എന്ത് ചെയ്യണം? ഇവിടെ y = 2 എന്ന് പറഞ്ഞ ലൈൻ ആയതുകൊണ്ട് ഇങ്ങനെയാണ് വരിക അല്ലേ? അപ്പോൾ എക്സ് കോർഡിനേറ്റ് മാറില്ല. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടെ റിഫ്ലക്ഷൻ്റെ എക്സ് കോർഡിനേറ്റ് 6 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് മാറുന്നുണ്ടോ? ഇല്ല. ഇനി y കോർഡിനേറ്റ് കാണണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസ് കാണണം. ഈ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം ഇത് മൊത്തം ഇവിടുന്ന് താഴെ ഈ എക്സ് കോർഡിനേറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം ടോട്ടൽ y കോർഡിനേറ്റ് അല്ലേ 3 ആണ്. അതിൽ ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് പറഞ്ഞാൽ മൊത്തം y = 2 എന്ന് പറഞ്ഞ ലൈൻ അല്ലേ? അപ്പോൾ ഇത് 2 ആണ്. ഇത് മൊത്തം 3 ആണ്, ഇത് 2 ആണെങ്കിൽ ഈ ലെങ്ത് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതേ 1 തന്നെ നമുക്ക് താഴെയും വരണം. അതായത് ഇവിടെ y കോർഡിനേറ്റ് എത്രയാണോ, y കോർഡിനേറ്റ് ഓൾറെഡി ഉള്ളത് 2 ആണ്, അതിൽ നിന്ന് താഴോട്ടൊരു 1 ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2 ന്ന് 1 കുറച്ചാൽ 1 വരണം. 6, 1 ആയിരിക്കും എന്ത് ഇവിടുത്തെ ഡിസ്റ്റൻസ്. അതായത് ഒന്നും നോക്കണ്ട, ജസ്റ്റ് 3 - 2 ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് വരിക. ഓക്കെ, ആ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് താഴോട്ട് കുറച്ചാൽ മതി. ഓക്കെ, അതായത് 3ൽ നിന്ന് 1 കുറച്ചാണ് 2, ആ 2ൽ നിന്ന് വീണ്ടും 1 കുറക്കുക എന്ത് കിട്ടും? 1 കിട്ടും. ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ എന്ത് മാറില്ല? എക്സ് കോർഡിനേറ്റ് മാറില്ല. ഇനി y = -5 എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, ഇനി അടുത്ത് പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ്. അത് അങ്ങനെ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്, കാരണം കുറച്ച് ലെങ്തി പ്രോസസ് ആണ്. പക്ഷേ എന്നാലും ഞാൻ ആ സ്റ്റെപ്പ് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് ഓൺ എ സ്ട്രേറ്റ് ലൈൻ. സാധാരണ ഇതിൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ യൂസ് ചെയ്യുക, നമുക്ക് ഇത്രയും നേരം നമുക്ക് തന്നത് ഒന്നെങ്കിൽ എക്സ് ആക്സിൽ നിന്ന് അല്ലെങ്കിൽ വൈ ആക്സിൽ നിന്നുള്ള റിഫ്ലക്ഷൻ കാണാൻ, അല്ലെങ്കിൽ എക്സിനും വൈക്കും പെർപെൻഡിക്കുലർ ആയിട്ട് 2 ലൈനിൽ റിഫ്ലക്ഷൻ കാണാനാണ്. ഇനി ഏതെങ്കിലും ഒരു ലൈൻ എടുത്ത് തന്നിട്ട് അതിൽ നിന്ന് റിഫ്ലക്ഷൻ കാണാൻ പറഞ്ഞാലോ നമ്മളെങ്ങനെ കാണുക? ആദ്യം ഈ ലെങ്ത്ത് കാണണം, എന്നിട്ട് അതേ ലെങ്ത്ത് ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഇവിടെ കാണുന്നതാണ് റിഫ്ലക്ഷൻ. പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് കട്ടിൽ ചെയ്യാൻ പറ്റിയ സംഭവമല്ല. അത് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഇതിൻ്റെ പ്രൊജക്ഷൻ കാണണം. ജസ്റ്റ് ഞാൻ സ്റ്റെപ്പ് മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഈ ലൈനിൻ്റെ പ്രൊജക്ഷൻ കാണണം. ഇവിടെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത് അല്ലേ? അതേ ലെങ്ത്തല്ല ഇങ്ങോട്ടും ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു പോയിൻറ്റും തരും, ഒരു ലൈനും തരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിയുന്നവർ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അത് മനസ്സിലായിട്ടുള്ള ഒരു പ്രശ്നമില്ല. ഈ ലൈനിൻ്റെ ഇക്വേഷൻ കാണണം അല്ലേ? ഈ ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്ക് ഈ കാണുന്ന ലൈനിൻ്റെ എന്ത് തന്നിട്ടുണ്ടാവും? ഈ കാണുന്ന ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈനാണിത്. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാം? പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ലൈനിൻ്റെ ഇക്വേഷൻ a/b ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെയും കൂടെ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും -1 കിട്ടണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? -b/a ആയിരിക്കും. അപ്പോഴല്ലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടും. നോക്കി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടൂലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി അല്ലേ? ഈ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. ഇനി പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ എവിടെയും വരാം, ഇവിടെയൊക്കെ വരാം പെർപെൻഡിക്കുലർ. അപ്പോൾ നമുക്ക് ഈ ലൈൻ കിട്ടണമെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പോയിന്റും കിട്ടി, സ്ലോപ്പും കിട്ടി. പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റും. ഈ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടിയാൽ അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ പ്രൊജക്ഷൻ അല്ലേ? അത് സോൾവ് ചെയ്താൽ ഈ 2 പോയിന്റ് കിട്ടും ഇല്ലേ? അപ്പോൾ നമുക്ക് ഈ പോയിന്റ് ഓൾറെഡി തന്നിട്ടുണ്ടാവും. ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കിപ്പോൾ കിട്ടി. ഇനി ഈ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ഉദാഹരണത്തിന് ഈ മുകളിൽ കാണുന്ന പോയിന്റിൻ്റെ x1 y1 ആണ്. ഈ കാണുന്നത് x2 y2 ആണെങ്കിൽ ഈ കാണുന്ന പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ x1 + x2/2 ആണ് ഇവിടെ വരിക, y1 + y2/2 ആണ് ഇവിടെ വരിക. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടിയാൽ ബാക്കി വാല്യൂ കണ്ടൂടെ? ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഇനി മനസ്സിലായിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തന്നാണ്. ഇത് അത്ര പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇനി പ്രൊജക്ഷൻ കണ്ടാൽ നമുക്ക് അതിന് റിഫ്ലക്ഷൻ കാണാം, അതാണ് ഞാൻ പറഞ്ഞത്. അതുപോട്ടെ, മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഇനി വരാൻ പോകുന്ന ട്രയാങ്കിൾസ്. ഓക്കെ, സാധാരണ ഇതിൽ ചോദ്യം എങ്ങനെ ഉണ്ടാവുക? ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസ്, അതായത് ഇങ്ങനെ വലിയൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എവിടെയെങ്കിലുള്ള 3 പോയിൻ്റ് അങ്ങ് തരും. ഇതിനെന്ത് ചെയ്യണം? അതൊരു ട്രയാങ്കിളാണല്ലോ, 3 പോയിൻ്റ് കൂട്ടിയാൽ ആ ട്രയാങ്കിളിൻ്റെ ചിലപ്പോൾ ഏരിയ കാണാനായിരിക്കും, ചിലപ്പോൾ ഇത് എന്ത് ടൈപ്പ് ഓഫ് ട്രയാങ്കിളാണെന്ന് കാണാനായിരിക്കും ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഓഫ് ട്രയാങ്കിളാണ് കാണണമെങ്കിൽ നമുക്ക് 3 പോയിൻ്റ് തന്നാൽ ഈ കാണുന്ന സാധനം എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് സി എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? AB എന്ന് പറഞ്ഞ ലെങ്ത്ത് കാണാം, BC എന്ന് പറഞ്ഞ ലെങ്ത്ത് കാണാം, AC എന്ന് പറഞ്ഞ ലെങ്ത്ത് കാണാം. ഇത് 3 ഡിഫറെൻറ്റ് ലെങ്ത്ത് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതൊരു സ്കാലിയൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ലെങ്ത്ത് ആയിരിക്കും. ഓക്കെ,
അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് സുഖമാണ് അല്ലേ. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് x2 - x1 അല്ല y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 - x1 ഹോൾ സ്ക്വയർ. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് കാണാൻ പറ്റും. ഡിസ്റ്റൻസ് കാണുമ്പോൾ എ ബിയും ബി സിയും എ സിയും ഡിഫറെൻറ്റ് ലെങ്ത് ആണെങ്കിൽ എന്താണ്, ഇതൊരു സ്കാലിയൻ ട്രയാങ്കിളാണ്. ഇനി ഏതെങ്കിലും രണ്ടെണ്ണം സെയിം ആണെങ്കിൽ അതെന്താണ്, ഐസോസിലസ് ട്രയാങ്കിളാണ്. ഇനി അതുപോലെ തന്നെ ഇത് രണ്ടെണ്ണത്തിൻ്റെ സൈഡ് കണ്ടിട്ട് അത് സ്ക്വയർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡിൻ്റെ സ്ക്വയറിന്, അതായത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എ സി സ്ക്വയർ കിട്ടുകയാണെങ്കിൽ അതെന്താണ്, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇതൊക്കെ ഡിസ്റ്റൻസ് ഫോർമുല ചെയ്യുന്ന കാര്യമായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് നമ്മൾ കിട്ടുന്ന ഈ എ ബിയും ബി സിയും എ സിയും കണ്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. എ ബി സ്ക്വയർ പ്ലസ് ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ സൈഡ് സ്ക്വയർ ചെയ്തിട്ട് മൂന്നാമത്തെ സ്ക്വയറിന് ഈക്വലായി കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇനി രണ്ടെണ്ണത്തിൻ്റെ സ്ക്വയർ കൂട്ടുമ്പോൾ മൂന്നാമത്തെ സ്ക്വയറിനേക്കാളും ഇതാണ് വലുതെന്ന് വിചാരിക്കുക. ആ വലിയ സൈഡാണ് വലുത്, അതിൻ്റെ സ്ക്വയറാണ് വലുതെങ്കിൽ ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇനി ഇതാണ് വലുതെങ്കിൽ അതൊരു അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിളാണ്. അതൊക്കെ നമ്മൾ ജോമെട്രിയിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്, കൺസെപ്റ്റൂടെ യൂസ് ചെയ്യുന്നത്. എപ്പോഴാണ് ഒരു ട്രയാങ്കിൾ ഒബ്റ്റ്യൂസ് ആകുന്നത്, എപ്പോഴാണ് ട്രയാങ്കിൾ അക്യൂട്ട് ആകുന്നതൊക്കെ നമുക്കറിയാം. നമുക്കിവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത് ഈ സൈഡ്, 3 സൈഡ് ലെങ്ത്ത് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 2 സൈഡ് ഈക്വൽ ആണ്, ഐസോസിലസ് ആണ്, 3 ഡിഫറൻ്റ് ആണ്, സ്കാലിനാണ്, റൈറ്റ് ആംഗിൾ. ഇങ്ങനെയൊക്കെയാണ് സംഭവം സാധാരണഗതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. ഈ ട്രയാങ്കിൾ ചോദ്യമാണ് ഈ 3 വെർട്ടിസസ്, ഇത് എന്ത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ട്രയാങ്കിൾ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ എ ബി എന്ന് പറഞ്ഞ ലെങ്ത്ത് കാണാൻ പോകും. എ ബി എന്ന് പറഞ്ഞ ലെങ്ത്ത് കണ്ടൂടെ, എ ബി എന്ന് പറഞ്ഞ ലെങ്ത്ത് എത്രയാണ്, y2 - y1. ഇവിടെ y2 y1 ഒക്കെ എന്താണ്, 0 ആണ്. പിന്നെ x2 - x1, അതായത് 0 - 4, അതിൻ്റെ സ്ക്വയർ ചെയ്ത് റൂട്ട് എടുത്താൽ എന്ത് കിട്ടും, എ ബി എന്ന് പറഞ്ഞ ലെങ്ത്ത് 4 കിട്ടും. സിമിലർലി ബി സി എന്ന് പറഞ്ഞ ലെങ്ത്ത് എന്ത് കിട്ടും, 4 - 0 ഹോൾ സ്ക്വയർ പ്ലസ് -3 - 0 ഹോൾ സ്ക്വയർ. 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 16, 9, 25. അപ്പോൾ ബി സി എന്ന് പറഞ്ഞ ലെങ്ത്ത് 5 കിട്ടും. ഇനി എ സിയോ, എ സി എന്ന് പറഞ്ഞ ലെങ്ത്ത് ഇത് 2 അല്ലേ. 4 - എത്രയാണ്, 4 - 0 ഹോൾ സ്ക്വയർ പ്ലസ് -3 - 4 ഹോൾ സ്ക്വയർ എത്ര കിട്ടും, 16 പ്ലസ് 7 സ്ക്വയർ ആണ് 49. ഇതിൻ്റെ റൂട്ട് അല്ലേ എത്ര കിട്ടും, 65. എ സി എന്ന് പറഞ്ഞാൽ റൂട്ട് 65 കിട്ടും. ഇതെന്ത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ്, ഇതൊരു സ്കാലിയൻ ട്രയാങ്കിൾ ആണല്ലേ. 3 സൈഡും ഡിഫറെൻറ്റ് ആണ്. ഇനി വേണമെങ്കിൽ എന്ത് പറയാം, 4 സ്ക്വയറും 5 സ്ക്വയറും കൂട്ടിയാൽ എത്രയാണ്, 4 സ്ക്വയറും 5 സ്ക്വയറും കൂട്ടിയാൽ 16ഉം 25ഉം ആണ്. അതിനേക്കാളും വലുതാണ് ഇതിൻ്റെ സ്ക്വയർ 65, റൂട്ട് 55ൻ്റെ സ്ക്വയർ 65 ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളുമാണ്. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത് ഇനി ഒരു ട്രയാങ്കിളിൻ്റെ 3 പോയിന്റ് തന്നിട്ട് അതിൻ്റെ ഏരിയ കാണാൻ പറയും. ഏരിയ കാണാൻ എന്താ ചെയ്യുക, ഇതാ 3 സൈഡ് തന്നിട്ടുണ്ട്. എ x1 y1, ബി x2 y2, സി x3 y3 തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് ഹാഫ് ഇൻറ്റു ദൈ കൊടുത്തിട്ടുള്ളത് x1 × y2 - y3, x2 × y3 - y1, x3 × y1 - y2. അപ്പോൾ ഇതുപോലെ 3 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഏരിയ കാണാം, ഒരു ഹാഫ് പുറത്തുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ഹാഫ് പുറത്തുണ്ട്, ബാക്കി ഇതാ x1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ 4 ആണ്. 4 × y2 - y3, y2 - y3 എത്രയാണ്, y2 - y3 പറഞ്ഞാൽ 1 - 5 പ്ലസ് x2 എത്രയാണ് 6 അല്ലേ. x2 എന്ന് പറഞ്ഞാൽ ഇത് x1 y1, ഇത് x2 y2, ഇത് x3 y3. x2 എന്ന് പറഞ്ഞാൽ 6, x2 × y3 - y1, y3 എന്ന് പറഞ്ഞാൽ 5 - 5 എത്രയാ, y3 - y1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 0. അപ്പോൾ അത് പോയി. പ്ലസ് x3 എത്രയാണ്, x3 എന്ന് പറഞ്ഞാൽ -3 ആണ്, ഇൻറ്റു y1 - y2, y1 - y2 എന്ന് പറഞ്ഞാൽ 5 - 1 4. ഇത് കണ്ടിട്ട് അതിനെ ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4 × 1 - 5 എത്രയാണ്, 4 × 1 - 5 എന്ന് പറഞ്ഞാൽ -16 പ്ലസ് 0 പിന്നെ എത്രയാണ് -12 എത്ര കിട്ടും, -16 - 12 ആണ് -28. -28 ആണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയത്. അത് മോഡ് എടുത്താൽ പ്ലസ് ആവും. അതിനൊരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, 14 സ്ക്വയർ യൂണിറ്റ്സ്. ഏത് യൂണിറ്റിലാണ് നമുക്കറിയില്ല, 14 സ്ക്വയർ യൂണിറ്റ്സ് ആണെന്ത്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് മനസ്സിലായോ. ഓക്കെ, അപ്പോൾ ഇത് കാണാൻ വേറെ ഷോർട്ട് കട്ട് ഉണ്ട്. വേറെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഒരു ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചു വെക്കാം. അതല്ലെങ്കിൽ ഏതൊരു പോളിഗണിൻ്റെയും പോലെ തന്നെ ട്രയാങ്കിളിനും ഒരു ഇക്വേഷൻ ഉണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഓർഡറിൽ എടുത്ത് എഴുതുക. 4 5 പിന്നെ 6 1
-3 5. അതാവുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. മറ്റേ നിങ്ങൾ x1 ഏതാ y2 ഏതെങ്കിലും നോക്കി നിൽക്കണം. ഇനി എന്ത് ചെയ്യുക, ഇത് 3 എടുത്ത് എഴുതിയതിന് ശേഷം ഈ 4 5 വീണ്ടും താഴെ എഴുതുക. ഓക്കെ, ഇനി ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 × 1 - 5 × 6 പറ. 4 × 1 - 5 × 6 5 × 6 ആണ് 30. ഓക്കെ, പ്ലസ് 6 × 5 - 1 × -3. 6 × 5 എന്ന് പറഞ്ഞാൽ 30 -3 അല്ലേ, അതായത് +3. അടുത്ത വീണ്ടും പ്ലസ് -3 × 5 - 5 × 4 എത്രയാ? -3 × 5 എന്ന് പറഞ്ഞാൽ -15 ആണ്. -15 അതിന് 20 കുറച്ചാൽ എത്ര കിട്ടും? -35 അല്ലേ. ഇങ്ങനെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇതിനെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ മോഡിൽ എന്ത് ചെയ്യണം? മോഡ് എടുക്കണം കേട്ടോ നമ്മൾ, കാരണം നമുക്ക് ഏരിയ ആണ് കണ്ടത്. അപ്പോൾ മോഡ് എടുക്കുക, നെഗറ്റീവ് ആണെങ്കിൽ മോഡ് എടുക്കുക. ഈ സാധനം ചെയ്താൽ നമുക്ക് ഒറ്റയടിക്ക് കിട്ടും. അത് നോക്കി, ക്രോസ് നോക്കിയേ, ഇങ്ങനെ ക്രോസ് ചെയ്യുക, ഇങ്ങനെ ക്രോസ് ചെയ്യുക, ഇങ്ങനെ ക്രോസ് ചെയ്യുക, മൊത്തം ഡിഫറൻസ് എടുത്തിട്ട് അത് ആഡ് ചെയ്യുക. ചെയ്ത് നോക്കി എത്ര കിട്ടും? ഇവിടെ -26 കിട്ടും, +33 കിട്ടും, -35 കിട്ടും, /2. എത്രയാണ്? 33 - 35 പോയാൽ -2. -26 - 28 എന്നാണ് -28. ഇത് മോഡ് എടുക്കുമ്പോൾ 2 ആവും, +2 അല്ല /2. എത്രയാണ്? ഇതന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയേ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇത് ട്രയാങ്കിളിന് നല്ല കേട്ടോ. ഇത് n സൈഡ്സ് ഉള്ള ഏത് പോളിഗണിലും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ആൻസർ കാണാം. ഇനിയിപ്പോൾ 4 സൈഡ് ഉണ്ടെങ്കിൽ താഴേക്ക് വീണ്ടും എഴുതുക, 5 സൈഡ് ഉണ്ടെങ്കിൽ ആ കോർഡിനേറ്റും എഴുതുക. എന്നിട്ട് ഇതെല്ലാം ക്രോസ് ചെയ്ത് ഇതുപോലെ ചെയ്താൽ n സൈഡിൽ ഏത് പോളിഗണിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോളിഗണാണ് ട്രയാങ്കിളിന് നിങ്ങൾക്ക് പറ്റും. മെയിനായിട്ട് ട്രയാങ്കിളാണ് അധികം ചോദിക്കുക. ഇനി ക്വാഡ്രിലാറ്ററോ പെൻറ്റഗണോ ഹെക്സഗണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ലാസ്റ്റ് കിട്ടുന്ന വാല്യൂവിനെ ഒരു /2 ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ചോദ്യമാണ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ബൗണ്ട് ബൈ x ആക്സിസ്, y ആക്സിസ് ആൻഡ് ദ ലൈൻ 3x + 4y - 12 = 0. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല, ഈ സെയിം ചോദ്യമല്ല, പക്ഷേ ഇതുപോലത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചോദ്യം എന്താ? ഇങ്ങനൊരു x y ആക്സിസുകളുണ്ട്. അതിൽ x ആക്സിസ് ആണ് ഇത്, y ആക്സിസ് ആണിത്. ഈ രണ്ട് ആക്സിസും പിന്നെ 3x + 4y - 12 എന്ന് പറഞ്ഞ ഒരു ലൈനുണ്ട്. ഈ ലൈനിൻ്റെ ഇടയിൽ വരുന്ന ഏരിയയാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലൈൻ എങ്ങനെ വരിക എന്നുള്ളതൊന്ന് കാണണം. ഈ ലൈൻ ഏതാണെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് അതായത് ഈ രണ്ട് ആക്സിസിൻ്റെ ഇടയ്ക്ക് ഒരു ലൈനും കൂടി എങ്ങനെയെങ്കിലും ലൈൻ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ലൈൻ വരിക. അതായത് ഈ ഏരിയയാണ് നമുക്ക് കാണേണ്ടത്. ഈ ഏരിയ നമുക്ക് കാണണമെങ്കിൽ ഒന്നെങ്കിൽ 3 കോർഡിനേറ്റ് കിട്ടണം, അല്ലേ? ഈ കോർഡിനേറ്റ്, ഈ കോർഡിനേറ്റും ഈ കോർഡിനേറ്റും കിട്ടിയാൽ ഏരിയ കാണാം. ഒന്ന് നമുക്കറിയാം 0 0 ഒറിജിൻ, അത് നമുക്കറിയാം. ഇനി ഈ കോർഡിനേറ്റും ഈ കോർഡിനേറ്റും കിട്ടണം. ഈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എക്സ് ഇൻ്റർസെപ്റ്റാണ്, എക്സ് ആക്സിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. ഇത് വൈ ഇൻ്റർസെപ്റ്റാണ്. എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കാണാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ പോയിൻ്റ് എന്തായിരിക്കും? ഈ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ? ഓക്കെ, ഈ കോർഡിനേറ്റ് നമുക്കറിയാം ഇത് എക്സ് 0 എന്നാണ് പോയിൻ്റ് ആയിരിക്കും. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, കാരണം ഈ പോയിൻറ്റിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് 0 ആയിരിക്കും. അപ്പോൾ 0 വൈ എന്ന് പറഞ്ഞ പോയിൻ്റ് ആയിരിക്കും. ഈ രണ്ട് പോയിൻറ്റ് ഇതിലിട്ട് കൊടുത്താൽ നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കിട്ടും. ഈ ഇക്വേഷൻ എന്താണ്? 3x + 4y - 12 = 0 ആണ്. ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തേ, x0 എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് 0 കൊടുത്താൽ 3x = 12 കിട്ടും. എക്സ് എന്താണ്? 4 ആണ്. അപ്പോൾ ഈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 4 0 ആണ്. സിമിലർലി ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? y എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ 4y = 12, അപ്പോൾ y എന്ന് പറഞ്ഞാൽ 3 കിട്ടും. അപ്പോൾ ഇത് 0 3 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ 3 പോയിന്റ് കിട്ടിയില്ലേ? 0 0 4 0 0 3. ഇതിൻ്റെ ഇടയിലുള്ള ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏരിയ കാണാൻ ഒന്നെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഫോം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നോക്കിയാൽ ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ½ × ബേസ് ലെങ്ത് × ഹൈറ്റ് ചെയ്താൽ മതി. ബേസ് ലെങ്ത് നമുക്ക് തരാം, ഇവിടുന്ന് ഇവിടെ വരെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് ആണ് അല്ലേ? അത് എത്രയാണ്? 4 ആണ്. ഇവിടുന്ന് ഇവിടെ വരെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് വൈ കോർഡിനേറ്റ് ആണ്, എത്രയാണ്? 3 ആണ്. അപ്പോൾ ½ × 4 × 3 എത്രയാണ്? 12/2 എന്ന് 6 ആണ്. ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ യൂണിറ്റ് ആണ്. ഇനി വേറെ ഇവിടെ പെട്ടെന്ന് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് കാണാനുള്ള ഷോർട്ട് കട്ട് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇൻ്റർസെപ്റ്റ് ഫോം പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് x/a + y/b = 1 എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ ഈ എയും ബിയും ആണെന്ത്? ഇവിടുത്തെ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും. ഈ കാണുന്ന ഇക്വേഷൻ അതേപോലെ എഴുതാൻ പറ്റി നോക്കിയേ. അറേഞ്ച് ചെയ്യുമ്പോൾ 3x + 4y = എന്താണ്? 12 ആണ്. ഞാനിതിനെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ 1 വേണം, ഈ ഫോമിലേക്ക് വേണം. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 3x/12 എന്ന് പറഞ്ഞാൽ x/4 കിട്ടും. 4y/12 എന്ന് പറഞ്ഞാൽ y/3 കിട്ടും. റൈറ്റ് സൈഡിൽ 12/12 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. നോക്കിയേ, ഒറ്റയടി കിട്ടിയില്ലേ? എക്സ് ഇൻ്റർസെപ്റ്റ് 4ഉം വൈ ഇൻ്റർസെപ്റ്റ് 3ഉം. അപ്പോൾ ഇവിടെ 4 0 വരും, ഇവിടെ 0 3 വരും. ഓക്കെ, അപ്പോൾ ഇതാണ്
ഈ ടൈപ്പ് ഓഫ് ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഇനി അടുത്ത് വാട്ട് ഈസ് ദ ഏരിയ ഇൻ ട്രയാങ്കിൾ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ഗ്രാഫ്സ് ഓഫ് ഇക്വേഷൻ x + 3 = 3, 2x + 5y = 12 ആൻഡ് x ആക്സിസ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് ഏതൊരു CGL CSL ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കുലർ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ ഗ്രാഫ്. ഇതാ ഇങ്ങനെ ഒരു x ആക്സും y ആക്സും ഉണ്ട്. അതിലൊന്ന് x ആക്സ് ആണ്. പിന്നെന്താണ്? പിന്നെ x + y = 3 എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ ഉണ്ട്. 2x + 5y = 12 എന്ന് പറഞ്ഞിട്ട് വേറൊരു ലൈനും ഉണ്ട്. ഈ 3 ലൈനിൻ്റെയും പിന്നെ ഈ 2 ലൈനിൻ്റെയും പിന്നെ x ആക്സിൻ്റെയും ഇടയ്ക്കുള്ള ഇതിൻ്റെ ഏരിയയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ x ആക്സ് നമുക്ക് കിട്ടി. x ആക്സ് ആരും കൺഫ്യൂഷൻ ഇല്ല അല്ലേ? ഇനി നമുക്ക് x + y = 3 എന്ന് പറഞ്ഞ ലൈൻ എങ്ങനെയാണെന്നുള്ളത് അറിയണം. x + y = 3 എന്ന് പറഞ്ഞ ലൈൻ അറിയണമെങ്കിൽ നമ്മൾ x-ന് 0 കൊടുത്താൽ y എന്ത് കിട്ടും? x-ന് 0 കൊടുത്താൽ y 3 കിട്ടും. x-ന് 0 കൊടുത്താൽ y 3 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ? x-ന് 0 കൊടുത്താൽ y 3 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആയിരിക്കും. അതായത് x 0 y 3. അതുപോലെ തന്നെ y-ന് 0 കൊടുത്താലോ x 3 കിട്ടും. y-ക്ക് 0 കൊടുത്താൽ x 3 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്. അതായത് y-ക്ക് 0 അല്ലേ? അതായത് 3 0 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഒരു ലൈന് x ആക്സിസ് ആണ്, ഒരു ലൈനോ ഈ കാണുന്ന ലൈനാണ്. ഇനി മൂന്നാമതൊരു ലൈൻ കൂടി എന്താ? 2x + 5y = 12. ഇപ്പോൾ 2 ലൈൻ കിട്ടിയതാ, ഇങ്ങനെ ഒരു ലൈനും ഇങ്ങനെ ഒരു ലൈനും x ആക്സും. ഇനി മൂന്നാമതൊരു ലൈൻ ഉണ്ട്, അത് എവിടെയാണ് പോകുന്നതെന്ന് കണ്ടിട്ട് ഈ പോയിന്റും പിന്നെ ആ മൂന്നാമത്തെ ഒരു പോയിന്റും കൂടെ കിട്ടിയാൽ നമുക്ക് എന്താവും? സിമ്പിളായിട്ട് ഏരിയ കാണാൻ പറ്റും. നോക്കിയേ, 2x + 5y = 12 എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ പോയിന്റുകൾ കാണാം. ആ ലൈൻ എവിടെ പോകുക എന്നുള്ളത് നമ്മൾ കാണണം. എങ്ങനെ പോകും? ഇവിടെ നോക്കിയേ, ഇവിടെ y-ക്ക് 0 കൊടുത്താൽ x എന്ത് കിട്ടും? y-ക്ക് 0 കൊടുത്താൽ x എന്ത് കിട്ടും? 2 കിട്ടൂലേ? 2 അല്ല, y-ക്ക് 0 കൊടുത്താൽ x 6 കിട്ടും. അപ്പോൾ x 6 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഞാൻ ആ ലൈൻ എങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. നോക്കിയേ, ഇനി അതുപോലെ തന്നെ x-ന് 0 കൊടുത്താൽ y എന്ത് കിട്ടും? x-ന് 0 കൊടുത്താൽ y എന്ത് കിട്ടും? നോക്കി, x-ന് 0 കൊടുത്താൽ y എന്ന് പറഞ്ഞാൽ 12/5 കിട്ടും. 12/5 എന്ന് പറഞ്ഞാൽ 2.4. അപ്പോൾ എവിടെ വരിക പോയിന്റ്? അപ്പോൾ ആ പോയിന്റ് ഒരു ഇതിൻ്റെ താഴെ 2.4 അല്ല, അപ്പോൾ ഇവിടെ ആയിട്ട് വരിക പോയിന്റ്. അതായത് ഈ കാണുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ലൈൻ ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ വിത്തിൻ സെക്കൻഡ് കൊണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഈ കാണുന്ന ഇതിൻ്റെ ഏരിയ എത്രയെന്നാണ് ചോദ്യം. കണ്ടൂടെ? ഈ കാണുന്ന ഏരിയ നമ്മളിങ്ങനെ കാണും. അതായത് നമുക്ക് ഒന്നെങ്കിൽ ഇത് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ബേസ് ഇൻറ്റു ഹൈറ്റ് വേണം, അതല്ലെങ്കിൽ ഈ 3 കോർഡിനേറ്റും വേണം. 2 കോർഡിനേറ്റ് നമുക്കറിയാം, 3 0 6 0. ഈ മൂന്നാമത്തെ കോർഡിനേറ്റ് കാണാൻ എന്ത് ചെയ്യണം? ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്താൽ മൂന്നാമത്തെ കോർഡിനേറ്റ് കിട്ടൂലേ? ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x + y = 3 എന്ന് പറഞ്ഞ ഇക്വേഷനും 2x + 5y = 12 എന്ന് പറഞ്ഞ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് x ഉം y ഉം കിട്ടും. അതാണ് ഇവിടുത്തെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോൾവ് ചെയ്ത് നോക്കിയേ, x + y = അപ്പോൾ ഞാൻ 2 സൈഡിലും 2x ആക്കാൻ വേണ്ടിയിട്ട് 2x + 2y = 6 എഴുതി. രണ്ടാമത്തെ ഇക്വേഷൻ 2x + 5y = 12 എഴുതി. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. ഇത് രണ്ടും ഡിഫറൻസ് എടുത്താൽ എന്ത് കിട്ടും? അങ്ങോട്ട് പോയാൽ 3y എന്ന് പറഞ്ഞാൽ 6 കിട്ടും, y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? y എന്ന് പറഞ്ഞാൽ 2 കിട്ടും. അപ്പോൾ y കോർഡിനേറ്റ് 2 ആണ്. y കോർഡിനേറ്റ് 2 ആണെങ്കിൽ നമുക്കറിയാം x കോർഡിനേറ്റ് 1 ആണ് അല്ലേ? കാരണം x + y 3 ആണ്. y കോർഡിനേറ്റ് 2 ആണെങ്കിൽ x കോർഡിനേറ്റ് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ 1 2. ഇപ്പോൾ നമുക്ക് 3 പോയിന്റും കിട്ടിയില്ലേ? 3 പോയിന്റും കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുകൂടെ സിമ്പിളായിട്ട്? ഏരിയ കാണാൻ നമുക്ക് എന്തൊക്കെ 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഈ 3 പോയിന്റും ഇട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഇട്ട് ചെയ്യാം. അതല്ലെങ്കിലോ നമുക്ക് ഈ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ പോരെ? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ഈ ലെങ്ത്താണ് നമുക്ക് വേണ്ടത്. ഇവിടുന്ന് ഇവിടെ വരെ 3 ആണ്, അതല്ല എക്സ് കോർഡിനേറ്റ് 3 ആയത്. ഇവിടുന്ന് ഇവിടെ വരെ 6 ആണ്, അതുകൊണ്ടല്ല എക്സ് കോർഡിനേറ്റ് 6 ആയത്. അപ്പോൾ ഈ ലെങ്ത് എത്ര ആയിരിക്കും? 6 - 3 3 കിട്ടും. അപ്പോൾ ബേസ് കിട്ടിയില്ലേ? ഇനി ഹൈറ്റ് കാണണം. ഹൈറ്റ് കാണണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു പോയിൻറ്റിൻ്റെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ y കോർഡിനേറ്റ് ആണ് അല്ലേ? ഈ കാണുന്ന ലെങ്ത്ത് അത് y കോർഡിനേറ്റ് അല്ലേ? y കോർഡിനേറ്റ് 2 അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് ആണ് ഇൻറ്റു 2. എത്ര കിട്ടും? പോയാൽ 3 സ്ക്വയർ യൂണിറ്റ്. ഇതാണ് ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ സമയമൊന്നും എടുക്കരുത്, പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും, പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതാ ഇഫ് ഏരിയ ഈസ് 0. ഇനി 3 പോയിന്റ് നമുക്ക് തന്നിട്ട് 3 പോയിന്റ് ഉണ്ട്, ഏതോ 3 പോയിന്റ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ 0 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഈ 3 പോയിന്റും ഒരേ ലൈനിലാവുമ്പോഴല്ലേ ഈ 3 ട്രയാങ്കിൾ ആവാതെ ഒരു ലൈനായിട്ട് ഇതിൻ്റെ ഏരിയ 0 ആവുള്ളൂ കേട്ടോ. അപ്പോൾ കൊളീനിയായിട്ട് ചെക്ക് ചെയ്യാൻ നമുക്ക് 2-3 ഐഡിയ ഉണ്ട്. അതിലൊരു ഐഡിയ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? എന്താ? 2ൽ 3 പോയിന്റ് തന്നാൽ 2ൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ
ഇവിടെ 3 പോയിന്റ് വന്നാൽ ഈ ലെങ്ത് കാണുക, അല്ല ഇതിൻ്റെ സ്ലോപ്പ് കാണുക, ഇതിൻ്റെ സ്ലോപ്പ് കാണുക, രണ്ട് സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ അത് കൊളീനിയറാണ്. വേറൊരു ഐഡിയ എന്താ, അപ്പോൾ നമ്മൾ പറഞ്ഞു മൂന്നിൻ്റെയും ഏരിയ കാണും, 3 പോയിന്റ് കൂടെ കണ്ട ഏരിയ കാണുമ്പോൾ ഏരിയ 0 ആണെങ്കിൽ അതും കൊളീനിയറാണ്. പിന്നെ വേറൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ അതുകൂടെ ഞാൻ പറഞ്ഞുതരാം, അത് നമുക്ക് ആവശ്യം വരില്ല. എന്നാലും ഇത് 3 ലെങ്ത് ആണെങ്കിൽ AB എന്ന് പറഞ്ഞ ലെങ്ത് കാണുക, BC എന്ന് പറഞ്ഞ ലെങ്ത് കാണുക, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ AC കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഇത് കൊളീനിയറാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് കൊളീനിയായിട്ട് ചെക്ക് ചെയ്യാൻ വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഫൈൻഡ് ദ വാല്യൂ ഫോർ A ഫോർ വിച്ച് പോയിൻറ്റ്സ് ആർ കൊളീനിയർ. ഇതിലേതെങ്കിലും അതായത് 3 പോയിന്റ് തന്നിട്ടുണ്ട്, ഇത് കൊളീനിയർ ആണെങ്കിൽ ഒന്ന് നമ്മൾ ഇതിൻ്റെ മൊത്തം ഏരിയ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏരിയ 0 കിട്ടും. അപ്പോൾ ഏരിയ ഈക്വൽ ടു 0 ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് ചെയ്യണം വേണ്ടേ. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡിൽ ഇത് ചെയ്യാൻ പോകണ്ട, ഒന്നാതാണ് കേട്ടോ. രണ്ടാമത്തെ എന്താ, ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആക്കിയാൽ പോരെ. ഈ കാണുന്ന 2 പോയിൻറ്റിൻ്റെയും സ്ലോപ്പും ഈ കാണുന്ന 2 പോയിൻ്റ് സ്ലോപ്പും എന്താണ്, ഈക്വലാണ്. സ്ലോപ്പ് കാണാൻ നമുക്കറിയാം, 2 പോയിന്റ് എന്നാൽ സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇവിടെ നോക്കിയേ, ഈ 2 പോയിൻറ്റിൻ്റെ സ്ലോപ്പ് എന്താ, y2 4 മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1. അതെന്തിന് ഈക്വൽ ആയിരിക്കും, ഈ രണ്ടെണ്ണത്തിൻ്റെ സ്ലോപ്പിന്. അതായത് -a മൈനസ് 4 ഡിവൈഡഡ് ബൈ 5 മൈനസ് 3. ചെയ്ത് നോക്കിയേ, 4 മൈനസ് 2 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2/2 1 കിട്ടും. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അതായത് -a മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എന്ത് കിട്ടും, -a മൈനസ് 4 എന്ന് പറഞ്ഞാൽ 2 കിട്ടും, -a എന്ന് പറഞ്ഞാൽ 6 കിട്ടും, a എന്ന് പറഞ്ഞാൽ എത്ര, -6. ഓപ്ഷൻ ഇല്ല, a എന്ന് പറഞ്ഞാൽ എന്താണ്, -6 ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ കൊളീനിയായിട്ട് നമുക്ക് ഇങ്ങനെയും ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിസ്റ്റൻസ് കാണാം, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിസ്റ്റൻസ് കാണാം, അതേപോലെ മൂന്നാമത്തേൻ്റെ ഡിസ്റ്റൻസ് കാണാം. അതിൽ ചെറിയ രണ്ടെണ്ണം കൂട്ടുമ്പോൾ വലുത് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതും കൊളീനിയറാണ് കേട്ടോ. ഇനി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ജസ്റ്റ് ഇതൊരു കുറച്ച് ഇക്വേഷൻ ആണ്, ജസ്റ്റ് നോർത്ത് വെക്കുക കേട്ടോ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്, y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറഞ്ഞ ഇക്വേഷനും y ഈക്വൽ ടു m2x പ്ലസ് c2 എന്ന് പറഞ്ഞ ഇക്വേഷനും, അതുപോലെ തന്നെ x ഈക്വൽ ടു 0. ഈ 3 ലൈനാണ്. x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ, x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ y ആക്സ് ആണ് കേട്ടോ. x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ y ആക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ 3 പോയിൻറ്റിൻ്റെ ആ 3 ലൈനിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ കാണണമെങ്കിൽ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. c1² മൈനസ് c2² ഡിവൈഡ് ബൈ 2 ഇൻറ്റു m1 മൈനസ് m2. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. പിന്നെ മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ലാസ്റ്റ് കുറച്ചും കൂടി ഉള്ളൂ, കഴിഞ്ഞു. മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വേറെ ഏരിയ എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് തന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ ഇൻസെൻറ്റർ കാണാൻ ചോദിക്കും. ഇൻസെൻറ്റർ അല്ല, സെൻട്രോയിഡ് കേട്ടോ. സെൻട്രോയിഡ് കാണാൻ ചോദിക്കും. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും ടഫാന്ന് വിചാരിക്കേണ്ട, കാരണം വളരെ സിമ്പിളാണ്. 3 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ x1 y1 x2 y2 x3 y3 അങ്ങനെ 3 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് കാണണമെങ്കിൽ എക്സ് കോർഡിനേറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, x1 പ്ലസ് x2 പ്ലസ് x3/3 y1 പ്ലസ് y2 പ്ലസ് y3/3. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെൻട്രോയിഡ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ സെൻട്രോയിഡ് കാണാൻ ബുദ്ധിമുട്ടാന്ന് പറയേണ്ട, വളരെ സിമ്പിളായിട്ട് x1 പ്ലസ് x2 പ്ലസ് x3/3 y1 പ്ലസ് y2 പ്ലസ് y3/3. ഇപ്പോൾ ഉദാഹരണത്തിന് 3 പോയിന്റ് എങ്ങനെയാണെന്ന് വിചാരിക്കുക, 1 2 5 1 6 മൈനസ് 2. ഈ 3 പോയിന്റുള്ള ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് കാണാൻ എന്താ ചെയ്യേണ്ടത്, 1 പ്ലസ് 5 പ്ലസ് 6 എത്രയാണ്, 12/2. ഇതാണ് എക്സ് കോർഡിനേറ്റ്. 2 പ്ലസ് 1 പ്ലസ് -2 എന്താണ്, 2 - 2/1/2. അതായത് 6 1/2. ഇതാണ് ഇവിടുത്തെ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റർ കേട്ടോ. ഇനി അടുത്ത് ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്, എന്നാലും ഇതൊന്ന് ഓർത്ത് വെക്കുക. കോർഡിനേറ്റ്സ് ഓഫ് ഇൻസെൻറ്റർ ഓഫ് ട്രയാങ്കിൾ കേട്ടോ. ഇൻസെൻറ്റർ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ കാണാൻ എന്താ, 3 ഇക്വേഷൻ ഉണ്ടാവും. ഏതൊക്കെയാണ്, 3 ഇക്വേഷൻ അല്ല, 3 പോയിന്റ് തരും. 3 പോയിന്റ് തന്നിട്ട് അതിൻ്റെ ഇൻസെൻറ്റർ കാണാനാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കാണണം. എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്താ, BCൻ്റെ ഡിസ്റ്റൻസ് ആണ് എ, CAൻ്റെ ഡിസ്റ്റൻസ് ആണ് B, ABൻ്റെ ഡിസ്റ്റൻസ് ആണ് C. അത് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുവച്ചതിന് ശേഷം എന്താ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എക്സ് കോർഡിനേറ്റ് കാണാൻ AX1 പ്ലസ് BX2 പ്ലസ് CX3/A പ്ലസ് B പ്ലസ് 3 ചെയ്യുക. വൈ കോർഡിനേറ്റ് കാണാൻ AY1 പ്ലസ് BY2 പ്ലസ് CY3 ഡിവൈഡഡ് ബൈ A പ്ലസ് B പ്ലസ് C ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻസെൻറ്ററിൻ്റെ പക്ഷേ ഇതൊന്നും ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. പക്ഷേ സെൻറ്ററോടൊന്നും ചോദിച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഓർത്തോ സെൻറ്ററിൻ്റെ സർക്കം സെൻറ്ററിൻ്റെ പോയിൻറ്റ്സ് നിങ്ങൾക്ക് തരും. അങ്ങനെയാണെങ്കിൽ ആ ഇൻസെൻറ്റർ അല്ല സെൻട്രോയിഡ് പോയിന്റ് കാണാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നിങ്ങൾ എന്താണ് ഒരു ട്രയാങ്കിളിൻ്റെ ഓർത്തോ സെൻറ്ററും സർക്കം സെൻറ്ററും സെൻട്രോയിഡും ഒക്കെ എന്തായിരിക്കും, കൊളീനിയർ ആയിരിക്കും. ഓക്കെ, കൊളീനിയർ ആയിരിക്കും മാത്രമല്ല ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്തായിരിക്കും, 2:1 ആയിരിക്കും. ഇത് നിങ്ങൾ ജോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തോ സെൻറ്ററും സെൻട്രോയിഡ് അല്ല ഇതാണ് സർക്കം സെൻറ്ററും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻട്രോയിഡിൻ്റെ പോയിന്റ് കാണാൻ നിങ്ങൾക്ക് സെക്ഷൻ ഫോർമുല ഇട്ടാൽ പോരെ.
സെക്ഷൻ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട് mx2 + nx1 ഡിവൈഡഡ് ബൈ m + n. y കോർഡിനേറ്റ് ആണെങ്കിൽ my2 + ny1 ഡിവൈഡഡ് ബൈ m + n കിട്ടും. അപ്പോൾ ഈ സെക്ഷൻ ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ഓർത്തോ സെൻറ്ററും സർക്കം സെൻറ്ററൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. പക്ഷേ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലേ. ഇനി അഥവാ നിങ്ങൾക്ക് സർക്കം സെൻറ്ററും ഓർത്തോ സെൻറ്ററൊക്കെ തന്നാൽ പോലും അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ സർക്കം സെൻറ്റർ കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ 2 പോയിൻ്റ് മിഡിൽ ഇതാ, ഇത് എ ബി സി, എയും സിയും പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ പോയിൻ്റ് ആയിരിക്കും എന്ത്, സർക്കം സെൻറ്റർ. ഇനി ഓർത്തോ സെൻറ്ററാണ് കണ്ടെങ്കിലോ ഇതാ ഈ കാണുന്ന പോയിൻ്റ് ആയിരിക്കും എന്ത്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഓർത്തോ സെൻറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഓർത്തോ സെൻറ്ററും സർക്കം സെൻറ്ററും ചോദിച്ചാൽ അതിങ്ങനെ തരുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഓക്കെ, ഇതൊന്ന് നോക്കുക. ഇനി ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് n സൈഡ്സുള്ള ഏതൊരു പോളിഗൺ വന്നാലും നമുക്ക് ഏരിയ കാണാൻ നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടതേപോലെ തന്നെ കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടത് ഒരു പോയിൻറ്റ് 2,9 ആണ്, അടുത്ത പോയിൻറ്റ് 2,1 ആണ്, അടുത്ത പോയിൻറ്റ് 6,4 ആണ്, അടുത്ത പോയിൻറ്റ് 4,9 ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. എന്താ, ആദ്യം 2,9 എന്ന് എഴുതുക, പിന്നെയോ 2,1 എഴുതുക, പിന്നെ 6,4 എഴുതുക, പിന്നെ 4,9 എഴുതുക. എന്നിട്ട് ഈ ഫസ്റ്റുള്ള പോയിൻറ്റ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഇനി ഹാഫ് ഇൻറ്റു അത് നമ്മൾ ലാസ്റ്റ് കൊടുക്കുക കേട്ടോ. ഹാഫ് ലാസ്റ്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, 2 × 1 - 9 × 2. എത്രയാ, 2 × 1 എന്ന് പറഞ്ഞാൽ 2 - 9 × 2 പറഞ്ഞാൽ 18 പ്ലസ് 2 × 4 - 1 × 6, അതായത് 8 - 6 അല്ലേ, 8 - 6. അടുത്ത് 6 × 9 - 4 × 4, 54 - 16 എന്ന് പറഞ്ഞാൽ 54 - 16 38. കറക്റ്റ്, 54 - 16 തന്നെ. അടുത്ത് വീണ്ടും 4 × 9 - 2 × 9 എത്രയാ, 36 - 18. ഇത് ചെയ്താൽ ആൻസറായി. ഈ കാണുന്ന കിട്ടിയ വാല്യൂവിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ആൻസറായി. ഇത് എത്രയാ, -16 + 2 + 38 പ്ലസ് എത്രയാണ്, 18. എത്ര കിട്ടും നോക്കിയേ, -16ഉം ഇത് 20ഉം 24 4 4 42 അല്ലേ, 42 കിട്ടും. അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും, 21 സ്ക്വയർ യൂണിറ്റ് ആണെന്ത് ഇവിടുത്തെ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ. ഇനിയിപ്പോൾ ഇത് ക്വാഡ്രിലാറ്റർ അല്ല, പെൻറ്റഗൺ ഹെക്സഗൺ എന്താണെങ്കിലും ഇതുപോലെ താഴോട്ട് എഴുതിയിട്ട് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇനി അധികമൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ എപ്പോഴേക്കോ ചെറിയൊരു സിമ്പിൾ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഒരു കോർഡിനേറ്റ് ജോമെട്രിയിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കാണാൻ വളരെ സിമ്പിളാണ്. ഇതാ സർക്കിളിൻ്റെ സെൻറ്റർ നമുക്ക് തന്നിട്ടുണ്ടാവും, പോയിന്റ് റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ = r². ഈ എയും ബി എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ആണ്, r എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ വരിക. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ x² + y² പ്ലസ് ഈ ഒരു മിനിറ്റ്, അതായത് ഇതാ ഈ കാണുന്ന ഇക്വേഷൻ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ നമുക്കിങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന a² + b² + r² എന്ന് പറഞ്ഞാൽ നമ്മൾ c ആക്കി മാറ്റി എഴുതിയാൽ ഇതായിരിക്കും ഒരു ഇങ്ങനെ ടൈപ്പ് ഓഫ് ഇക്വേഷൻ കണ്ടാൽ അത് സർക്കിളിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ax + bx + c എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഇക്വേഷൻ കണ്ടാൽ അത് ലൈൻ്റെ ഇക്വേഷനാണ്. പക്ഷേ ഇതുപോലെ ഇക്വേഷൻ കണ്ടാൽ അത് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തരികയാണ്. ഇതുപോലത്തെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതിൽ ഇനി 2 രീതി തരാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ സെൻറ്ററും റേഡിയസും തന്നിട്ട് ഇക്വേഷൻ കാണാൻ പറയാം, അല്ലെങ്കിൽ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് തിരിച്ചിട്ട് എന്ത് ചെയ്യും, സെൻറ്ററും റേഡിയസും കാണാൻ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയാൽ, ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ടൈപ്പ് ഫോമിൽ എഴുതിയിട്ട് അതിൽ എ എന്ന് പറയുന്ന സാധനമാണ് സെൻറ്റർ, ബി എന്ന് പറയുന്ന സാധനമാണ് എന്ത് അതിൻ്റെ എയും ബി ആണ് അതിൽ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ്. അതുപോലെ തന്നെ ഇനി റേഡിയസ് കാണണമെങ്കിൽ √(a² + b² - c). അതായത് ഇവിടെ എ നമുക്ക് കിട്ടും, ബി കിട്ടും, ആ രണ്ടിൻ്റെ സ്ക്വയർ എടുക്കുക, -c ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റേഡിയസ് കിട്ടും. അതെന്തുകൊണ്ടാണ്, ഈ ഇക്വേഷൻ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ നമ്മളിത് മൊത്തം എന്താണ് ഈ കാണുന്നതാണ് നമ്മൾ c ആക്കി എഴുതി അല്ലേ. അപ്പോൾ a² + b² - r² നമ്മൾ c ആക്കി എഴുതി. ഇത് 6 നോക്കി, 6 എന്ന് പറഞ്ഞാൽ എന്താ, 6 എന്ന് പറഞ്ഞാൽ √(a² + b² - c) ആണ് കേട്ടോ. അത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോമിലാക്കി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, എയും ബിയും സെൻറ്ററും കിട്ടും, റേഡിയസും കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഏതൊരു പരീക്ഷയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ CHL തോന്നുന്നു 3Dൻ്റെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. 3Dൻ്റെ ഇക്വേഷൻ കാണാൻ ഒന്നും കൂടെ കൂട്ടണം, അത്രേ ഉള്ളൂ. 3D ആകുമ്പോൾ നമുക്ക് ഒരു കോർഡിനേറ്റും കൂടെ എക്സ്ട്രാ വരും, z കോർഡിനേറ്റ്. അപ്പോൾ നമുക്ക് ABC ആണ് ആ സ്ഫിയർ കേട്ടോ. ഇവിടെ 2Dയിൽ സർക്കിളാണെങ്കിൽ അത് 3Dയിൽ അതുമ്പോൾ സ്ഫിയർ ആവും. അപ്പോൾ അതിന് 3 കോർഡിനേറ്റ് ABC എന്ന് പറഞ്ഞാൽ അതിന് സെൻറ്ററാണ്, r റേഡിയസ് ആണെങ്കിൽ ഇതെങ്ങനെ എഴുതുക.
എക്സ് മൈനസ് എ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സർക്കിളും സ്ഫിയറൊക്കെ സെയിം ആണ് കേട്ടോ. ഇനി ചോദ്യം ഇതാണ്, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 2, 3 ആൻഡ് റേഡിയസ് 3. കണ്ടുകൂടാ സിമ്പിളായിട്ട്. എന്താ നമ്മൾ ഇക്വേഷൻ എന്താ, എക്സ് മൈനസ് എ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇവിടെ എക്സ് എന്താ, നമുക്ക് എക്സ് ആണ്, വൈ അല്ല എ എന്താ 2 ആണ്, ഓക്കെ, പ്ലസ് വൈ മൈനസ് ബി എന്താ 3 ആണ്, ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. ഒന്ന് ചെയ്ത് നോക്കിയേ, ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ഇസ് ഈക്വൽ ടു 9 അല്ലേ. ഈ 9 പോയാൽ ബാക്കി എന്ത് കിട്ടും, ഇതാ ബാക്കി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 6x പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക കേട്ടോ. സർക്കിളിൻ്റെ സെൻറ്ററും തരും റേഡിയസ് തരും, ഇക്വേഷൻ ഏതാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഇതിലിട്ട് കൊടുത്താൽ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഒറ്റ കാര്യം കൂടെ പറയാം. ഇനി കാര്യമൊന്നും പറയാനല്ല, ജസ്റ്റ് ഇനി ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇത് നമുക്ക് സെൻറ്ററും റേഡിയസും കാണാൻ പറയണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ഇതിനെ നമ്മൾ മറ്റേ റേഡിയസിൻ്റെ ഇക്വേഷൻ ഫോമിലാക്കി എഴുതണം. എങ്ങനെയാണ്, എന്തായിരുന്നു ഇക്വേഷൻ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ax മൈനസ് 2by പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഈ ഫോമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ അല്ലേ, ഈ ഫോമിലേക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഈ ഫോമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ എയും ബി ആണ് സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ്, സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ അല്ല സി അല്ല റേഡിയസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സാധനത്തിന് ഈ ഫോമിലേക്ക് എഴുതണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അതുപോലെ തന്നെ ഉണ്ട്, അപ്പോൾ മാറ്റാനൊന്നുമില്ല. മൈനസ് 2ax അല്ലേ, ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കും, ഇവിടെ -2 ആണെങ്കിൽ ഇവിടെ എ എന്ത് വരണം, 4 വരണ്ടേ, 4 അല്ല -4 വരണം അല്ലേ, അപ്പോഴുള്ളൂ 8x ആവുക. അതായത് -4x വരണ്ടേ. അപ്പോൾ ഇത് കറക്റ്റായില്ലേ, -8x ആയില്ലേ. അതുപോലെ തന്നെ അടുത്ത് പ്ലസ് അല്ല മൈനസ് വരണം അല്ലേ, -2 ഇൻറ്റു ബി അപ്പം എന്ത് വരും, സിമിലർലി -5y വരും പ്ലസ് സി ഇസ് ഈക്വൽ ടു സി വരും അല്ലേ. ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്ത് വരും, സി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റനിലുണ്ട്, സി എന്ന് പറഞ്ഞാൽ 5 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇക്വേഷൻ ഈ ഫോമിലേക്ക് ആക്കി എഴുതി. ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞാൽ -4 ആണ്, ബി എന്ന് പറഞ്ഞാൽ -5 ആണ്. അപ്പോൾ സെൻറ്ററിൻ്റെ ഇക്വേഷൻ എന്താ, സെൻറ്ററിൻ്റെ ഇക്വേഷൻ അല്ല, സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്, -4ഉം -5ഉം ആണ്. ഇനി നമുക്ക് റേഡിയസ് കാണണമെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി അല്ലേ. ഇവിടെ എ സ്ക്വയർ എന്താ 16 പ്ലസ് ബി സ്ക്വയർ എന്താ 25 മൈനസ് സി എന്താ, സി എന്ന് പറഞ്ഞാൽ 5. ഇതിൻ്റെ റൂട്ട് എത്ര കിട്ടും, ഇതിൻ്റെ റൂട്ട് തന്നെ അല്ലേ, അതെ മൈനസ് സി അല്ലേ. ഓക്കെ, എത്ര കിട്ടും അപ്പോൾ 25 41 അല്ല 16 25 41 5 കുറച്ചാൽ 36, റൂട്ട് 36 എന്ന് പറഞ്ഞാൽ റേഡിയസ് 6 കിട്ടും. അപ്പോൾ റേഡിയസ് 6ഉം സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് -5ഉം -4ഉം ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോർഡിനേറ്റ് ജോമെട്രിയിൽ ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ക്ലാസ്സും കൂടെ ഞാൻ ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഐഡിയ കിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് തിയറി ബേസ്ഡാണ്, തിയറിയും കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊരു ക്ലാസ് ആയിരുന്നു ഈ ഒരു ലാസ്റ്റ് 2 അവറിൻ്റെ ക്ലാസ്. അപ്പോൾ നിങ്ങളിത് കണ്ടവർക്ക് കുറേയൊക്കെ ഒരു ഐഡിയ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഫോർമുല, സെക്ഷൻ ഫോർമുല, റിഫ്ലക്ഷൻ, പിന്നെ സർക്കിളിൻ്റെ ഇക്വേഷൻ, ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ബാക്കിയുള്ള ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ അറിവിലേക്ക് വെക്കുക. പ്രത്യേകിച്ച് ആ സ്ലോപ്പ് കാര്യങ്ങൾ, ആ 4 ടൈപ്പ് ഓഫ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അറിവിലേക്ക് ജസ്റ്റ് വെക്കുക. ഇനി നമുക്ക് ഇതിന് പിന്നാലെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്സും കൂടെ വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം, കാരണം കഴിഞ്ഞ CHL അതിന് മുമ്പത്തെ പരീക്ഷയൊക്കെ ചോദിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് വെച്ചിട്ടുള്ള ഒരു ക്ലാസ്സും കൂടെ ചെയ്താൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാൻ പറയാം കേട്ടോ. കൂടുതലായിട്ട് കുത്തിയിരുന്ന് അങ്ങനെ പഠിച്ച സമയം കളയേണ്ട ആവശ്യമില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ, കാരണം കോർഡിനേറ്റ് ജോമെട്രി നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഒന്ന് കണ്ടുപോകുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.